آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും സൂക്ഷിക്കണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്തിൻ്റെ ഉപരിയിൽ നിന്നുകൊണ്ട് നമ്മെ ഏവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യവും സദാസമയവും നമ്മുടെ മനസ്സുകളിൽ നിലനിർത്തണമെന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അവസരങ്ങളും സമയങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ ഒരനുഗ്രഹമാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത, പോയതൊന്നും തിരിച്ചു വരാത്ത ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന നമ്മുടെയൊക്കെ സമയങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു ഉത്ബോധനത്തിൻ്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും എന്നല്ല, എല്ലായ്പ്പോഴും നമ്മൾ ഉണർത്തപ്പെടുന്നത് സമയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും. കാലവും സമയവും അവസരങ്ങളുമൊക്കെ എല്ലായ്പ്പോഴും നമ്മെ തേടി വന്നുകൊള്ളണമെന്നില്ല. നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മൾ റെഡിയാകുമ്പോൾ നമുക്ക് വേണ്ടി കാലവും സമയവും അവസരങ്ങളും ഒന്നും വന്നു ചേർന്ന് കൊള്ളണമെന്നില്ല. മറിച്ച് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, സമയമുണ്ടാകുമ്പോൾ, ആ കാലം വരുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതും ബുദ്ധിയുള്ള നമ്മളാണ്, മനുഷ്യരാണ്. റമദാൻ അതുപോലെയുള്ള ഒരവസരമാണ്. റമദാൻ അതുപോലെ തിരിച്ചു കിട്ടാത്ത ഒരു സമയമാണ്. കഴിഞ്ഞു പോകുന്ന സമയങ്ങളൊന്നും നമ്മിലേക്ക് തിരിച്ചു വരാത്തതുപോലെ കഴിഞ്ഞു പോകുന്ന റമദാനുകളൊന്നും നമ്മിലേക്ക് തിരിച്ചു വരുന്നില്ല. കഴിഞ്ഞുപോയ റമദാനിൽ നന്മകൾ ചെയ്യാത്തവന് ഈ റമദാനിലാവാം എന്നതൊരിക്കലും ഒരു പകരമല്ല. കഴിഞ്ഞുപോയ റമദാനിൽ ബാക്കിവെച്ച നന്മകൾ ചെയ്യാതെ മാറ്റുവെച്ച നന്മകൾ ഈ റമദാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതൊരിക്കലും ഒരു പകരമല്ല. ആ റമദാൻ കഴിഞ്ഞതാണ്. ആ റമദാനിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അതൊരു നഷ്ടമാണ്, തിരിച്ചു കിട്ടാത്ത നഷ്ടം. ഇനി വരുന്ന റമദാൻ മറ്റൊരവസരമാണ്.
ആ റമദാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെയാണ് റമദാൻ ഒരു വലിയ അവസരമാണ് എന്ന് പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുന്നതും. പല രീതിയിൽ ആളുകൾ റമദാനിനെ അറിയുന്നവരുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നോമ്പ് വരാറായിട്ടുണ്ട്, റമദാൻ ആവാനായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന, പറയുന്ന, വിലയിരുത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. ആഴ്ചകൾക്ക് മുമ്പ് 2 ആഴ്ച കഴിഞ്ഞ നോമ്പാണ്, അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞ നോമ്പാണ്, ഇങ്ങനെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ റമദാൻ ആവാനായി, നോമ്പാവാനായി എന്ന് വിലയിരുത്തുന്ന, ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ദിവസങ്ങൾക്ക് മുമ്പ് നോമ്പാവാറായി, അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ആഴ്ച നോമ്പ് തുടങ്ങുകയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പലരും ഒരുപക്ഷെ നാളെ നോമ്പാണ് എന്നറിയുന്നത് ഇന്നായിരിക്കും. ഒരൊറ്റ ദിവസം മുമ്പോ മണിക്കൂറുകൾക്ക് മുമ്പോ മാത്രം നോമ്പ് തുടങ്ങുകയാണ്, റമദാൻ എത്തി എന്ന് അറിയുന്ന, തിരിച്ചറിയുന്ന ആളുകളുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്താ വ്യത്യാസം? എത്ര കണ്ട് മുൻപ് റമദാനിനെ കുറിച്ചുള്ള ഓർമ്മ, നോമ്പാവാറായിട്ടുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ്ങുകൾ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ഇന്നതൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ബോധം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ആഴ്ചകൾക്ക് മുമ്പാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങും, മാസങ്ങൾക്ക് മുമ്പാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങും. ദിവസങ്ങൾക്ക് മുൻപാണ് റമദാനിനെ കുറിച്ച് അറിയുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഒരുങ്ങുക. മണിക്കൂറുകൾക്ക് മുമ്പാണ് റമദാനിനെ കുറിച്ച് നാളെ നോമ്പാണ് എന്ന് അറിയുന്നതെങ്കിൽ ആ ഒരുക്കത്തിന് മണിക്കൂറുകളുടെ വളർച്ച ഉണ്ടാവുള്ളൂ, അത്ര ഗൗരവം ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, റയ്യാൻ കവാടത്തിലേക്ക് പ്രവേശിക്കും മുൻപ് എന്നതാണ് ഞാൻ സംസാരിക്കേണ്ട, വളരെ ചുരുങ്ങിയ സമയത്ത് പറയേണ്ട വിഷയം. റയ്യാൻ നമുക്കൊക്കെ പരിചിതമായ ഒരു പേരാണ്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ടെന്നും ആ സ്വർഗീയ കവാടങ്ങളിൽ ഒരു കവാടത്തിൻ്റെ പേരാണ് റയ്യാൻ എന്നുമുള്ള അറിവും തീർച്ചയായും നമുക്കുണ്ടാവും. ആ റയ്യാൻ കവാടത്തിൻ്റെ മുൻപിൽ വിളിച്ചു പറയപ്പെടുന്നത് ഐന സ്വാഇമൂൻ, നോമ്പുകാരെവിടെ എന്നാണ് എന്നതിനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാകും. നോമ്പുകാർക്ക് വേണ്ടി മാത്രം തുറക്കപ്പെടുന്ന ഒരു കവാടം, നോമ്പുകാരെ മാത്രം വിളിക്കപ്പെടുന്ന ഒരു സ്വർഗീയ കവാടം. നമുക്കൊരവസരം കൂടി പടച്ച റബ്ബ് നൽകുകയാണ്, ബിത്തൗഫീഖ്. ആരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വരും മണിക്കൂറുകളിൽ ബാക്കിയാകും എന്നതിനെ കുറിച്ച് ഒരുറപ്പും നമുക്ക് ആർക്കുമില്ലല്ലോ. നാളെ നമ്മിൽ ആരൊക്കെ ബാക്കിയുണ്ടാവും? അടുത്ത ദിവസത്തെ സൂര്യോദയത്തിലേക്ക് ആരൊക്കെ നമ്മളിൽ ഉറക്കിൽ നിന്നുണരും? കുടുംബത്തിലേക്ക്, വീട്ടുകാരിലേക്ക്, നാട്ടുകാരിലേക്ക് വീണ്ടും പരിചിതമായ മുഖവുമായി ചിരിച്ച് തിരിച്ചു ചെല്ലാൻ, എണീക്കാൻ നമ്മിൽ ആർക്കൊക്കെ കഴിഞ്ഞേക്കും? നമ്മുടെ കയ്യിലല്ല അതിൻ്റെ കാര്യമുള്ളത്. അള്ളാഹു നമ്മളെ നോമ്പിലേക്ക് എത്തിക്കട്ടെ. നോമ്പ് ആരോഗ്യത്തോടെ പൂർത്തിയാക്കാൻ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തൃപ്തിയോടുകൂടി പകലുകളിൽ നോമ്പ് നോറ്റും രാത്രികളിൽ നമസ്കരിച്ചും അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നോമ്പിന്റെ ദിനരാത്രങ്ങളെ കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ,
റമദാനിലേക്ക് എങ്ങനെ ഒരുങ്ങണം, ആ റയ്യാൻ കവാടത്തിലൂടെ വിളിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം? സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത അതാണ്. റമദാനിലേക്ക് എങ്ങനെ ഒരുങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നാണ്. ഇന്നത്തെ ഈ ദിവസം ഈ പള്ളിമുറ്റത്തിരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ ദിനങ്ങൾ, രാവുകളുമാവട്ടെ പകലാവട്ടെ, ഞാൻ കഴിച്ചു കൂട്ടുന്ന എൻ്റെ റൊട്ടീൻ എന്തൊക്കെയാണ്? എൻ്റെ പകലുകൾ കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? എൻ്റെ രാവുകൾ ഞാൻ കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണ്? എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ നിലപാടുകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ കർമ്മങ്ങളിൽ, എൻ്റെ വിശ്വാസങ്ങളിൽ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് സ്വാഭാവികമായും ഞാൻ എന്നോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഒറ്റക്കാണ്. ഇവിടെ ഈ പള്ളിമുറ്റത്ത് ഈ വൈകുന്നേരത്ത് ഈ സായം സന്ധ്യയിൽ റമദാനിൻ്റെ ദിനങ്ങൾക്ക് മുമ്പ് റമദാനിനെ വരവേൽക്കണമെന്ന ആഗ്രഹത്തോടെ ഏറ്റവും നല്ല രീതിയിൽ റമദാനിനെ സ്വീകരിക്കണം, റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ അടിമകളിൽ ഉൾപ്പെടണമെന്ന ചിന്തയോടുകൂടി പള്ളിമുറ്റത്ത് അല്പനേരം നന്മകൾ കേൾക്കാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അപ്പം ഞാനും എൻ്റെ റബ്ബ് ഒറ്റക്കാണ് ഇവിടെ. ഇനി ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുക. എൻ്റെ അപ്പുറത്തുള്ളവർ പോട്ടെ, എൻ്റെ വീട്ടിലുള്ളവർ പോട്ടെ, ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ പാടെന്താണ്? ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന ചിന്ത സ്വാഭാവികമായും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം. അപ്പോൾ തന്നെ നമുക്കതിന് കുറേ ഉത്തരങ്ങൾ കിട്ടും. ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വന്നാൽ ആത്മാർത്ഥമായി നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ, വിലയിരുത്തിയാൽ ഈ റമദാനിനെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പിന്നെ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം അതിനു മാത്രമുള്ള അറിവൊക്കെ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവ് കിട്ടാനും അറിവ് നേടാനും ഒരുപാട് അവസരങ്ങളുണ്ട്. റമദാനിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ ഫലായിലുകളെക്കുറിച്ചും അതിൻ്റെ അഹ്മിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ എല്ലാ കാലങ്ങളിലും നമ്മൾ റമദാനുകളുടെ മുൻപും ശേഷവും റമദാനുകളിലുമൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അറിവില്ലാത്തത് കൊണ്ടല്ല, ആ അറിവിനെ ഉപയോഗിക്കാനും പ്രയോഗവൽക്കരിക്കുന്നതിലും പലപ്പോഴും നമ്മൾ തോറ്റുപോവാണ്. ഒന്നാലോചിച്ച് നോക്കിക്കേ, അതന്നല്ലേ സത്യം. കുറേ അറിവെനിക്കുണ്ട്, ദീനീപരമായ അറിവ് ഞാൻ നേടിയിട്ടുണ്ട്. പക്ഷെ ആ ദീന് പഠിച്ച് അറിഞ്ഞ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും എൻ്റെ അവസ്ഥ എന്താ? ഞാൻ തോറ്റുപോയിട്ടുണ്ട്, പരാജിതനാണ്, അമ്പെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ, നമ്മളെക്കുറിച്ചൊന്ന് വിലയിരുത്തിയാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം എങ്ങനെയാണ് നോമ്പിന് ഒരുങ്ങണ്ടേ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ പാടെന്താണ്, ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്താണെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ, നമ്മൾ ചിന്തിച്ചാൽ അതിനുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടും. ആ ഒരു ചിന്തയാണ് ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവർ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത. കാരണം അള്ളാഹ് പറയാണ്, ഇന്ന് അല്ലെങ്കിൽ നാളെ, അടുത്ത നിമിഷം തീരും. അടുത്ത നിമിഷം നമ്മളിൽ ആരൊക്കെ, ഒരുറപ്പും നമ്മുടെ ആർക്കുമില്ല. സൂറത്തു ഹശറിലൂടെ അള്ളാഹ് പറയുന്നുണ്ടല്ലോ, അത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ എന്ന് വിളിച്ചോണ്ട് അള്ളാഹ് പറയണേ, നമ്മളെ വിളിച്ചോണ്ടാ പറയണ അള്ളാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈമാനുള്ളവരെ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടി അതിന് കാതോർക്കുന്നതാണ്, ഒന്നുകൂടി അതിന് ചെവി കൊടുക്കുന്നതാണ്. കാരണം കാഫിരീങ്ങളെ, മനുഷ്യരെ അങ്ങനെയൊന്നും അല്ല വിളിക്കണേ. ആരെ വിളിക്കണേ? ഈമാനുള്ള ആളുകളെ, അതായത് എന്നെയും നിങ്ങളെയും, നമ്മളെയാണ് വിളിക്കണത്. അള്ളാഹ് വിളിക്കാണ് ഈമാനുള്ളവരെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പടച്ചോനെ ഓർക്കണം കേട്ടോ. ആകാശത്തുനിന്ന് പടച്ചോങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ചിന്തകളും നോട്ടങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാ, അള്ളാഹ് പറയാണ് വൽ തകുൻ,
നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ. ഗദ് എന്ന് പറഞ്ഞാൽ എന്താ അറബിയിലർത്ഥം? നാളെ എന്നാണ്. എന്താ ഇപ്പൊ നാളെ എന്ന് പറയാൻ കാരണം? നാളെ അന്ത്യനാൾ സംഭവിക്കുന്ന ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നാളെ എന്ന് പറഞ്ഞേ? പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുകയാണ്. നാളെ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രത്തോളം അടുത്താണെന്ത് അന്ത്യനാളുള്ളത് എന്ന് നമ്മൾ ബോധ്യം വരണം എന്നാണ്. അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ അന്ത്യം വരും. അന്ത്യനാൾ എന്നാ ഈ ലോകത്തിന്റെ അന്ത്യം എന്നാണെങ്കിലും എന്റെ അന്ത്യം എന്നോട് തീർന്ന് എന്റെ ശ്വാസം നിലക്കുന്നതോടുകൂടി എനിക്ക് അന്ത്യനാളായി. പിന്നെ എനിക്ക് ലോക അവസാനത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ ശ്വാസം നിൽക്കുന്ന ഒരു ദിവസം, ഒരു സമയം, ഒരു നിമിഷം അതുണ്ടാവുമല്ലോ. അള്ളാഹ് നിശ്ചയിച്ച, ഉറപ്പിച്ച, എഴുതി വച്ച കൃത്യമായ ഒരു നിമിഷത്തേക്ക് പോലും പിന്തിക്കാത്ത, ഒരു നിമിഷത്തേക്ക് പോലും വൈകിക്കാത്ത ഒരു സമയം ഉണ്ടാവുമല്ലോ. ആ സമയം അത് നാളെ എന്ന് പറയുന്നത് ഇപ്പൊ വൈകുന്നേരമായി, സൂര്യാസ്തമിച്ചു, ഇപ്പൊ സമയത്തായി 8 മണി ആവാനായി. കുറച്ചു നേരം നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് ഉറങ്ങി രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കും, നാളെയായി. അത്രത്തോളം നമ്മുടെ അടുത്താണ് അന്ത്യനാളെന്നാണ് ഗദൻ എന്ന വാക്കവിടെ പ്രയോഗിച്ചതിലൂടെ എന്ന് പണ്ഡിതന്മാരെ നമുക്ക് വിശദീകരിച്ചു തരാം. ഈമാനുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്, സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, അല്ലാഹ് കാണുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണെന്ന്. അള്ളാഹ് അറിയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടണെന്നൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അള്ളാഹ് നമ്മളോട് പറയണം, എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്തു വെച്ചിട്ടുള്ളത്, സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു, ഇപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോൾ ഉള്ള എൻ്റെ പാടെന്താണ്, എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത്, അറിഞ്ഞും മനസ്സിലാക്കിയും പഠിച്ചുമുള്ള ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ടുന്ന കർമ്മങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, സംസ്കരണത്തിൽ, ഇടപെടലുകളിൽ, നിലപാടുകളിൽ ഞാൻ ചെയ്യേണ്ടുന്ന, അനുവർത്തിക്കേണ്ടുന്ന, പ്രയോഗവൽക്കരിക്കേണ്ടുന്ന ചെറുതും വലുതുമായ എത്രയെത്ര നന്മകൾ നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെന്തൊക്കെ എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ കർമ്മങ്ങളിൽ, എൻ്റെ ആചാരങ്ങളിൽ, എൻ്റെ വിശ്വാസങ്ങളിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിൽ തട്ടി നമ്മളെക്കുറിച്ചൊന്ന് വിലയിരുത്തിയാൽ തന്നെ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ബോധം തീർച്ചയായും നമ്മളിൽ മാറ്റവും സ്വാധീനവും ഉണ്ടാക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു, എന്താണ് എൻ്റെ അടുക്കലുള്ളത്, ഞാൻ എന്താണ് സമ്പാദിച്ചു വച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ എത്രയോ വചനങ്ങളുണ്ട്. നിങ്ങൾ മരണം എത്തുന്നതിന് മുൻപ് നിങ്ങളെ അടുക്കലുള്ളത് എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ എന്നാണ്. സൂറത്ത് മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായം അതിന്റെ അവസാന ഭാഗത്തോട് അടുക്കുമ്പോ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ, ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, അവൻ വിളിച്ചു പറയുമെന്നാണ്, റബ്ബിർജിഊൻ, അല്ലാഹുവേ റബ്ബേ എന്നെ ഒന്ന് മടക്കിക്കൊണ്ടാ. എന്തിനാ മടക്കി തരുന്നേ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, എന്റെ ജീവിതത്തിൽ മാറ്റിവെച്ച, ഉപേക്ഷ വരുത്തിയ, ഒഴിവാക്കിയ നന്മകളൊക്കെ ഒന്ന് വീണ്ടും ചെയ്യാൻ. ലഅല്ലി അഅമലു സാലിഹൻ, ഞാൻ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവനായേക്കാം, ഫീമാ തറക്തു, ഞാൻ മാറ്റിവെച്ചത്. അപ്പൊ അല്ലാഹ് പറയുമെന്നാണ്, കല്ലാ, അങ്ങനെയല്ല, ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വർത്താനാണ്. അതൊരു വെറും വർത്താനാണ്. എങ്ങനെ വെറും വർത്താനാവുക? നോമ്പ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് ഒരുങ്ങണം, കുറേ നന്മ ചെയ്യണം, കുറേ ഖുർആൻ ഓതണം, നോമ്പൊക്കെ ജമാഅത്ത് ഒന്നുപോലും മുടങ്ങാതെ ചെയ്യണം, ഖുർആൻ ഓതണം, സ്വതക്കകൾ ചെയ്യണം, കുറേ ദിക്ർ ചെല്ലണം, കുറേ ചിന്തകൾ മനസ്സിലേക്ക് വരും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അതങ്ങനെ ഒരലസതയും, ഒരു മടിയും, ഒരു ക്ഷീണം, അങ്ങനെ ഒരു ഹവയിൽ അങ്ങനെ മൊബൈലും പിടിച്ച് നമ്മളങ്ങനെ രാവും പകലും കഴിച്ചു കൂട്ടും. എത്ര അവസരം
ഇപ്പൊ എത്ര റമദാൻ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആരോഗ്യത്തോടു കൂടി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആരോഗ്യത്തോടു കൂടി എത്ര റമദാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എത്ര പുണ്യമുള്ളതാണ്. എന്താ റമദാനെ കുറിച്ച് നമ്മൾ പറയുന്നത്? പുണ്യങ്ങളുടെ പൂക്കാലം, പുണ്യങ്ങളുടെ പൂക്കാലം. എന്താ അങ്ങനെ പറയാൻ കാരണം? അത്രത്തോളം പുണ്യങ്ങൾ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പടച്ച റബ്ബിന്റെ ആ ഒരു നിഅമത്ത് ഇങ്ങനെ പെയ്തിറങ്ങുന്ന രാവും പകലാണ്. എത്ര തെറ്റു ചെയ്തവനും യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ യാ ബാഗിയൽ ശർരി അഖ്സിർ, നന്മ ചെയ്യുന്നവനെ മുന്നോട്ട് വാ, ഇങ്ങനെ വിളിച്ചു പറയപ്പെടുമെന്നാണ്. യാ ബാഗിയൽ ഖൈർ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ അഖ്ബിൽ, മുന്നോട്ട് വാ. യാ ബാഗിയൽ ശർരി അഖ്സിർ, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ നീ ഒന്ന് കുറക്ക്, നിന്റെ ഈ തെറ്റുകുറ്റം തോന്നിയാസ് ഒന്ന് കുറക്ക്, വിളിച്ചു പറയപ്പെടുമെന്നാണ്. സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകീയ കവാടങ്ങൾ അടക്കപ്പെടുന്ന, പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന, എല്ലാം കൊണ്ടും നന്മ ചെയ്യാൻ പറ്റുന്നൊരവസരം എന്ന് പറഞ്ഞാൽ അത് റമദാനിലും നന്നാവാത്ത പിന്നെ നന്നാവില്ല നമ്മൾ പറയാം. കാരണം എന്താണെന്നറിയോ? പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്കൊരു ഈമാനികമായ ഒരു ചൈതന്യമാണ്. എവിടെ പോകുമ്പോഴും നമുക്ക് ആ ഒരു ചൈതന്യം മനസ്സിലുണ്ടാവും. എത്ര മടി പിടിക്കണവരോട് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പറയും, നിസ്കരിക്ക്, ഖുർആനോത്, ദിക്റല്ലേ, പുറത്തുനിന്ന് അങ്ങനെയുള്ള നിമിഷങ്ങളും പരിസരങ്ങളും ആയിരിക്കും റമദാനിൽ നമ്മൾ കാണാം. റമദാനിൽ പോലും നന്മ ചെയ്യാൻ കഴിയാത്തവൻ അവൻ പിന്നെ പോയതാണ്, നഷ്ടക്കാരിൽ പെട്ടുപോയവനാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും എൻ്റെ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ റമദാനുകളുടെ അവസ്ഥ എന്താ? എത്ര റമദാൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ റമദാൻ ഉപയോഗിച്ചവരുമുണ്ടാകും, ഉപയോഗിക്കാത്തവരുമുണ്ടാകും. ഉപയോഗിക്കാത്തവർക്ക് ഈ റമദാനിൽ ആഗ്രഹിച്ചവർ എത്ര പേർ ഇന്ന് ആറടി മണ്ണിലാണ്, ഖബറുകളിലാണ്. നമ്മൾ അറിയുന്ന, നമുക്ക് പരിചയമുള്ള ആളുകളെ ഒന്ന്, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളെ കുറിച്ച് നമ്മളൊന്ന് ഓർത്താൽ മതി. എത്ര പേർ അടുത്ത റമദാനിലേക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി കഴിച്ചു കൂട്ടിയവരുണ്ടാവാം. അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങി മണ്ണിലേക്ക് അവരുടെ ശരീരം ഇറക്കപ്പെട്ടു. അവരുടെ കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു. അപ്പം നമുക്കാണ് കാലാവധി ഇങ്ങനെ നീട്ടിക്കിട്ടിയ ആൾക്കാർ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, നമുക്ക് കാലാവധി ഉണ്ട്. നമ്മുടെയൊക്കെ കാലാവധി നിശ്ചയിക്കപ്പെട്ടതാണ്. എപ്പോ, എവിടെ വെച്ചുകൊണ്ട്, ഏത് നിമിഷം അള്ളാഹിൻ്റെ അടുക്കൽ കൃത്യം ആ സമയമായാൽ തിരിച്ചു പോകണം. പിന്നെ എൻ്റെ കുടുംബക്കാരുണ്ട്, കുറേ പണികൾ ചെയ്ത് ബാക്കിയെടുക്കാനുണ്ട്, എൻ്റെ ചെറിയ കുട്ടികളുണ്ട്, എൻ്റെ ഭാര്യ ഒറ്റക്കാണ്, ഭർത്താവ് ഒറ്റക്കാണ്, ഭർത്താവിന് സുഖമില്ല, കുറേ നന്മ ചെയ്തിട്ടില്ല. ഒരു വർത്തമാനങ്ങൾക്കും പ്രിയപ്പെട്ടവരെ അവിടെ പ്രസക്തി. ഇതൊക്കെ നമുക്ക് അറിയണമല്ലേ? മരണം എന്ന് പറയുന്നത് ഒരാൾക്കും തടുക്കാൻ കഴിയാത്ത, നീട്ടിക്കിട്ടാൻ കഴിയാത്ത ഒരു കാര്യമാണ്, നമുക്കറിയുന്നതല്ലേ? എന്നിട്ടും മനുഷ്യർ നന്നാവാത്തത് എന്തുകൊണ്ടാണ്? അതാണ് അള്ളാഹ് പറയുന്നത്, കല്ലാ ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വർത്താനാണ്, അതൊരു വെറും വർത്താനാണ്. ഹുവ ഖായിലുഹാ, ആ വെറും വർത്തമാനം അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാരണ ദിവസം വരേക്കും അവൻ ബർസഖിയ ജീവിതത്തിലായിരിക്കും. മരണപ്പെട്ടു പോയ പിന്നെ ബർസഖിയായ ജീവിതത്തിലായിരിക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ അതൊരു വെറും വർത്തമാനമാണെന്ന് പറഞ്ഞു. ഞാൻ ഓതി വെച്ച വചനം അതും അതന്നെയാണ് പറയുന്നത്. വത്തബിഊ, നിങ്ങൾ പിന്തുടരണം കേട്ടോ, അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും അഹ്സനായത് നിങ്ങൾ പിന്തുടരണം കേട്ടോ. എങ്ങനെ? മിൻ ഖബിലി അൻ യഅതിയകുമുൽ അദാബു ബഗ്ത, പെട്ടെന്ന് ഒരു ശിക്ഷ നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന്റെ മുൻപ് നിങ്ങൾ ആ നന്മകൾ ചെയ്യണം കേട്ടോ. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളത് കരുതിയിട്ടില്ല. നിങ്ങൾ കരുതും മുമ്പേ, നിങ്ങൾ വിചാരിക്കും മുമ്പേ, നിങ്ങൾ ചിന്തിക്കും മുമ്പേ പെട്ടെന്ന് നിങ്ങളിലേക്ക് അവധി വന്നെത്തും, സമയം വന്നെത്തും. അതുകൊണ്ട് അതിൻ്റെ മുൻപ് നിങ്ങളിലേക്ക് വന്നെത്തിയ നന്മകളെ ജീവിതത്തിൽ നിങ്ങൾ പിന്തുടരാൻ കേട്ടോ എന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല അല്ലാഹ് പറയാണ്, അൻ തഖൂല നഫ്സു മാ ഹസ്റതാ, മനുഷ്യർ പറയുമെന്നാണ്, യാ ഹസ്റത, എന്റെ നാശമേ, എന്റെ നഷ്ടമേ, അലാ മാ ഫറത്തു ഫീ ജംബില്ലാ വ ഇൻ കുൻതു ലമിനസ് സാഖിരീൻ,
എന്റെ കഷ്ടമേ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ടതിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ. നിസ്കരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു, നോമ്പ് നോൽക്കണം എന്ന് എനിക്കറിയാമായിരുന്നു, ഖുർആൻ പാരായണം ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു, ദിക്റുകൾ ചൊല്ലണമെന്ന് എനിക്കറിയാമായിരുന്നു, കളവ് പറയരുതെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്ന ഈ ചെയ്യുന്നതെല്ലാം തോന്യാസങ്ങളാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇതെല്ലാം നന്മകളാണ്, ഇനി അറിയുന്ന ആളുകളൊക്കെ അത് ചെയ്യുന്നവരാണ്. ഈ നന്മകൾ എന്റെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ വീഴ്ച വരുത്തിയല്ലോ. യാ ഹസ്രത്താ, എന്റെ നാശമേ. മനുഷ്യങ്ങനെ വിളിച്ചു പറയുന്ന അല്ല പറയാണ്, മരിക്കാൻ നേരത്ത് ശ്വാസം ഇങ്ങനെ തൊണ്ടക്കുഴിയെത്തുമ്പോ തീർന്നു എന്റെ ജീവിതം എന്ന് തിരിച്ചറിയുന്ന ആ സമയത്ത് മനുഷ്യ വിളിച്ചു പറയുന്നതാണ്. എന്താ വിളിച്ചു പറയണേ? പടച്ചോനെ, കുറച്ച് സമയം കൂടി എനിക്ക് നീ ബാക്കിയാക്കി കൊണ്ടാന്ന്. ഇത് അല്ല നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരാണ്, ഓർമ്മിപ്പിക്കുകയാണ്, താക്കീത് ചെയ്യാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാനെങ്കിലും നമുക്കൊന്ന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൂടെ? ഈ റമദാനെങ്കിലും അതിൻ്റെ രാവുകളും പകലുകളും ഒന്ന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാറ്റിവെക്കണം, എന്തൊക്കെ ഈ പകലുകളിലാവട്ടെ രാവുകളിലാവട്ടെ ഞാൻ എങ്ങനെ പകലുകളെയും രാവുകളെയും ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ചൊരു പ്ലാനിങ് തീർച്ചയായും നമുക്കുണ്ടാവേണ്ടേ. ഇല്ലെങ്കിൽ ഇനി ഒരു റമദാൻ അല്ല നമുക്ക് നൽകുമെന്ന് നമുക്ക് എന്തുറപ്പുള്ളത്? ഒരുപക്ഷെ അടുത്ത റമദാനിലേക്ക് നമ്മൾ ഉണ്ടാകും. പക്ഷെ ഒന്ന് എണീറ്റ് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിലോ, ഒന്ന് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലോ, പടച്ചോന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലോ, അള്ളാഹുവിൻ്റെ അടുക്കലാണ് പടച്ചോൻ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് റമദാനിനെ സ്വാഗതം ചെയ്യുമ്പോൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ ആ ആഗ്രഹത്തെ സാധൂകരിക്കാനും സാക്ഷാത്കരിക്കാനുമുള്ള ഒരവസരത്തെ നമ്മുടെ മുൻപിൽ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആ റമദാനിൻ്റെ പകലുകളെയും രാവുകളെയും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തണം. അതിനാദ്യം ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവലാണ്. ആ അവസരത്തെ, ആ സന്ദർഭത്തെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഈ റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ തീർച്ചയായും നമുക്ക് കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ എത്രത്തോളം മൂല്യവത്തായ ദിവസങ്ങളാണ്, ദിനങ്ങളാണ് എന്ന് നമ്മൾ അറിയിക്കുന്ന ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മദീനത്തേക്ക് രണ്ട് ആളുകൾ മദീനത്തേക്ക് വരുന്നുണ്ട് ഇസ്ലാം സ്വീകരിച്ച്. അള്ളാഹിൻ്റെ പ്രവാചകനെ ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ബലീ എന്ന ഗോത്രത്തിലുള്ള രണ്ടാളുകൾ മദീനത്തേക്ക് കടന്നു വരുന്നു. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഖിദ്മത്ത് ചെയ്യുന്നു. അതിലൊരാൾ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദായി ലോകത്തോട് വിട പറയുന്നു. അടുത്ത ആൾ അതിൻ്റെ അടുത്ത വർഷം സാധാരണമായ മരണം വരിക്കുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന സുദീർഘമായ ഒരു ഹദീസാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സ്വപ്നം കണ്ടു ഈ രണ്ടാളുകളെ കുറിച്ചെന്നാണ്. ഈ രണ്ടാളുകളും സ്വർഗത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുന്നത്, സ്വർഗത്തിന്റെ അടുക്കലേക്ക് വരുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യം മരണപ്പെട്ട ആൾ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടു. ആദ്യം യുദ്ധത്തിൽ ഷഹീദായ ആളും സാധാരണ മരണം വരിച്ച ഈ രണ്ടാളും സ്വർഗീയ കവാടത്തിന്റെ അടുക്കലേക്ക് വരുന്നു. സാധാരണ മരണം വരിച്ച ആളെ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നു. ഷഹീദായി മരിച്ച ആളെ പിന്നീടാണ് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത്. ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ട ഈ സ്വപ്നത്തെ അദ്ദേഹം പള്ളിയിൽ വന്ന് മദീനത്ത് വന്ന് സ്വഹാബികൾക്കിടയിൽ ചർച്ച ചെയ്യുകയാണ്. ഷഹീദായി മരിച്ച ഒരാളുണ്ടായിട്ടും അതിന്റെ അടുത്ത വർഷം സാധാരണ മരണം വരിച്ച ആൾ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു കാര്യത്തെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്കിടയിൽ അത്ഭുതത്തോടുകൂടി പങ്കുവെക്കുകയാണ്. ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിഷയം പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഫഅജിബു ബിദാലിക്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്, ഈ സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ അത്ഭുതപ്പെട്ടു എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രണ്ടാളുകളെ കുറിച്ച് അവർ സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മിൻ അയ്യി ദാലിക തഅജിബൂൻ, നിങ്ങൾ എന്തിനാണ് അതിൽ അത്ഭുതപ്പെടുന്നത്? അതിൽ അത്ഭുതപ്പെടാൻ മാത്രം എന്താണ് ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന,
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അലൈസ ഖദ് മകസ ബഅദഹു അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. സാധാരണ മരണം വരിച്ച മനുഷ്യൻ അയാൾ 1 വർഷം കൂടി ജീവിച്ചില്ലേ? റസൂലുള്ളാഹി ചോദിക്കാണ്. ഖാലു, അവർ പറഞ്ഞു, ബലാ, അതേ നബിയേ. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അദ്റക റമളാന ഫസ്വാമ. അയാൾക്കൊരു റമളാൻ മാസം എത്തുകയും അയാൾ ആ റമളാനിൽ നോമ്പ് നോൽക്കുകയും ചെയ്തില്ലേ? അവർ പറഞ്ഞു, അതേ നബിയേ. ആ 1 വർഷത്തിൽ അയാൾ ഇന്ന ഇതുപോലെ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്തില്ലേ? ഖാലു, അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്നാണ്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർള്. ആകാശഭൂമിയോളം വ്യത്യാസം അവർക്കിടയിലുണ്ട് എന്നാണ്. എന്താ മനസ്സിലായി? യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി മരിച്ച ആളേക്കാൾ അടുത്ത വർഷം 1 വർഷം കൂടി ലോകത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടി സാധാരണ മരണം വരിച്ച ആൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ട്? അയാൾക്കൊരു റമദാൻ കൂടി കിട്ടി. അയാൾ ആ റമദാനെ ഉപയോഗപ്പെടുത്തി. അയാൾക്കൊരു വർഷം കൂടി കിട്ടി. ആ വർഷത്തിൽ അയാൾ ഒരുപാട് നമസ്കരിച്ചു. സ്വാഭാവികമായും അയാൾ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെട്ടു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുക, ഷഹീദാവുക, അത് വളരെ മഹത്വമായ, പുണ്യമുള്ള, ഉന്നതിയുള്ള ഒരു സൽപ്രവർത്തനമായി കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറഞ്ഞത്, 1 റമദാൻ കൂടി ജീവിക്കാൻ അവസരം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കാണ് ഏറ്റവും ആദ്യം സ്വർഗപ്രവേശനത്തിന് സാധ്യമാവുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം റമദാനിന് പുണ്യമുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്ന ഒരു ചരിത്രമാണിത്. എത്രത്തോളം റമദാനിന്റെ നോമ്പുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്ന ഒരു ചരിത്രമാണിത്. ഇനി നമ്മൾ ആലോചിക്കുക, ഈ റമദാനിനെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന്, ഈ റമദാനിന് ഞാൻ എങ്ങനെ നന്മകൾ ചെയ്യണം, എന്തൊക്കെ പകലുകളിൽ എനിക്ക് ചെയ്യാൻ കഴിയും, എന്തൊക്കെ രാത്രികളിൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം പ്രാധാന്യം റമദാൻ മാസത്തിനുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖല റമളാനോ, റമദാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫുതിഹതു അബ്വാബുൽ ജന്ന, സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. വഗുല്ലിഖത് അബ്വാബു ജഹന്നം, ജഹന്നമിന്റെ കവാടങ്ങൾ അടക്കപ്പെടുമെന്നാണ്. വസുൽസിലത്തി ശയാതീൻ, പിശാചുക്കളെല്ലാം ചങ്ങലകളിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, നരകീയ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസം, പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന മാസം, യാ ബാഗിയൽ ഖൈരി അഖ്ബൽ എന്ന് പറയപ്പെടുന്ന മാസം. ഇദാ കാന അവ്വല ലൈലത്തിൻ മിൻ ശഹരി റമളാൻ, റമളാനിന്റെ ആദ്യ രാവാകുമ്പോൾ, സുഫിദത്തി ശയാതീൻ വമറദത്തിൽ ജിന്നു വഗുല്ലിഖത് അബ്വാബുൻ നാർ, റമളാൻ മാസത്തിന്റെ 1ാമത്തെ രാത്രിയായാൽ പിശാചുക്കളും ജിന്നുകളിലെ ധിക്കാരികളും ഒക്കെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടുമെന്നാണ്. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ, വാതിലുകൾ അടക്കപ്പെടും. ഫലം യഫ്തഹ് മിൻഹാ ബാബുൻ, ആ നരകത്തിന്റെ ഒരു കവാടവും പിന്നെ തുറക്കപ്പെടുകയില്ലെന്നാണ്. വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതുപോലെ തന്നെ ഫലം യഗ്ലുഖ് മിൻഹാ ബാബും, ആ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ഒന്നും തന്നെ അടക്കപ്പെടുകയില്ല. വയുനാദി മുനാദിൻ, അവൻ വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയുമെന്നാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വന്നുകൊള്ളൂ. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ ആ തിന്മയെ ഒന്ന് കുറക്കും. വലില്ലാഹി ഉതഖാഉ മിനന്നാരി വദാലിക കുല്ല ലൈല, നരകത്തിൽ നിന്നുള്ള ചില മോചിതർ അല്ലാഹുവിനുണ്ട്, അത് എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാണ്. എല്ലാ രാത്രികളിലും അല്ലാഹു നരകത്തിൽ നിന്ന് ഇങ്ങനെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് പടച്ച റബ്ബിനെ അനുസരിക്കാതെ അല്ലാഹ് കാണുന്നു എന്ന ചിന്തയില്ലാതെ ജീവിച്ചു പോകുന്ന കൂട്ടർ നമ്മുടെ കൂട്ടത്തിലില്ലേ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ
ഹയ്യാലസ്സലാ എന്ന വിളിനാദം കേൾക്കുമ്പോഴും തിരിഞ്ഞു നടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? എല്ലാ ജോലിയും കഴിഞ്ഞ് അവസാനത്തിൽ ആ സമയം തീരുന്ന സമയത്ത് മാത്രം ഒരു ചടങ്ങിന് മാത്രം നമസ്കരിച്ചു പോരുന്ന ശീലവും നമുക്കുണ്ടോ? അങ്ങനെയുള്ളവരോടാണ് റമദാൻ നിങ്ങൾക്കൊരവസരമാണ്. ഒന്ന് നന്നാവാൻ, ഒന്ന് പടച്ച റബ്ബിലേക്ക് അടുക്കാൻ, ഒന്ന് മനസ്സിനെ മാറ്റാൻ, അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നന്മ ചെയ്യുന്നവനെ എന്ന് വിളിച്ചു പറയപ്പെടുന്ന, ആ നന്മകൾ അധികരിച്ചുകൊള്ളൂ, മുന്നോട്ട് വന്നുകൊള്ളൂ എന്ന് പറയപ്പെടുന്ന മാസമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണെങ്കിലും ശരി, ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തണമെന്ന ആത്മാർത്ഥമായ നിയ്യത്ത് നമ്മുടെ മനസ്സുകളിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഒരു ഓഫർ എന്താണെന്ന് അറിയുമോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നുവെന്നാണ്, അസ്സലവാത്തുൽ ഖംസു, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമളാനു ഇലാ റമളാന, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദ്ജതനബുൽ കബായിർ, ആ റമളാനിന്റെ ഇടയിലുള്ള തിന്മകളൊക്കെ അല്ലാഹ് നമുക്ക് പുറത്തു തരുന്നതാണ്. റമളാനിന്റെ ഇടയിൽ നമ്മൾ ചെയ്ത ചെറുപാപങ്ങളൊക്കെ അല്ലാഹ് നമുക്ക് പുറത്തു തരുന്നതാണ്. അപ്പൊ ഇത്രയും ദിവസത്തിൽ ചെയ്ത തിന്മകൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ വേണ്ട, തിന്മ ചെയ്യേണ്ട, നന്മ എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിലോ അതും തെറ്റന്നാണല്ലോ. നമ്മുടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ ബാക്കി വെച്ച കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ തിരിച്ച് ഈ റമദാനിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, ആ റമദാൻ മുതൽ അടുത്ത റമദാൻ വരേക്കുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ ഒരു ഓഫറാണ് റമദാനിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുള്ള ആ ഒരു ചിന്തയും നീയത്തും തീർച്ചയായും നമുക്ക് ഇന്നുണ്ടാവണം. ആ റമദാനിന്റെ പകലുകളെ ക്ഷീണമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും മടി പിടിച്ചാലും വെറുതെ സമയം കളയാതെ, ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ 3 ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടുമൊക്കെ ആളുകൾക്ക് ഓതി തീർക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ്. അവരുടെ ഈമാനിന്റെ ശക്തി എത്രത്തോളം ഉണ്ടാവുമെന്ന്. എന്നിട്ട് അയാൾ തന്നെ പറയണം, പിന്നെ എനിക്ക് മനസ്സിലായി, ഒരാൾക്ക് ഒരു വസ്തുവിനോട്, ഒരു കാര്യത്തോട് അങ്ങേയറ്റം ഇഷ്ടമുണ്ടെങ്കിൽ എത്ര മണിക്കൂറുകളും ദിവസങ്ങളും അതിനു വേണ്ടി ചെലവഴിക്കാൻ അയാൾക്കൊരു തടസ്സം ഉണ്ടാവില്ല. എന്നിട്ട് അതിന് ഉദാഹരണം പറയുന്നത് നമ്മുടെയൊക്കെ കൈകളിലുള്ള ഈ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഇങ്ങനെ തുറന്നു വെച്ച് അതിങ്ങനെ ഓരോ വീഡിയോയും റീലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ മിനിറ്റുകളും സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി അതിങ്ങനെ കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. അത്ര വേഗത്തിൽ മണിക്കൂറുകൾ കഴിഞ്ഞു പോകും. അതെന്തുകൊണ്ടാണ് നമുക്കതൊരു വിരസത തോന്നാത്തത്? അത്രമേൽ നമുക്കതിനോട് പ്രിയം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതേ ഇഷ്ടം നന്മകളോട് നമുക്ക് തോന്നുമ്പോൾ, ഖുർആനിനോട് നമുക്ക് തോന്നുമ്പോൾ, അതെത്ര മണിക്കൂർ വേണമെങ്കിലും പാരായണം ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞേക്കുമെന്ന് ഒരു പണ്ഡിതൻ വിലയിരുത്തുന്നത്, പങ്കുവെക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്കിഷ്ടമുണ്ടാവണം നന്മകളിലോട്, നമുക്കിഷ്ടമുണ്ടാവണം നന്മകൾ ചെയ്യാൻ. ആ ഇഷ്ടം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് ഓതാൻ നമുക്കൊക്കെ തോന്നുക. ആ ഇഷ്ടം നന്മകളോട് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ചുണ്ടുകളിൽ സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും തക്ബീറും തഹ്ലീലും തസ്ബീഹും എല്ലാം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാവുന്നത്. അതിനോട് ഇഷ്ടമുണ്ടാകുമ്പോഴാണ് ഓതാനും ദിക്ർ ചെല്ലാനും നന്മകൾ ചെയ്യാനും സ്വതക്ക കൊടുക്കാനും എന്ത് നന്മകൾ നമുക്ക് ചെയ്യാനും നമുക്ക് തോന്നണമെങ്കിൽ ആ നന്മകളോടുള്ള അടങ്ങാത്ത ഇഷ്ടം നമുക്കുണ്ടാവണമെന്നാണ്. പരിശുദ്ധ ഖുർആനിനോട് ആ ഇഷ്ടം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ റമദാനിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. കാരണം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ പൈതിറങ്ങാനുള്ള കാരണം, എത്ര തെറ്റ് ചെയ്ത അടിമയോടും നിന്റെ പാപങ്ങളെല്ലാം എന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് റമദാനിന്റെ പകലിൽ നോമ്പു നോറ്റും രാത്രികൾ നമസ്കരിച്ചും ഈറനണിയുന്ന കണ്ണുകളോട് നീ എന്റെ മുമ്പിലേക്ക് നിന്റെ പാപങ്ങൾ സമർപ്പിച്ചാൽ ആ പാപങ്ങളെല്ലാം കഴുകിക്കളയുമെന്നും ആ പാപങ്ങളെല്ലാം നിനക്ക് പുറത്തു തരുമെന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റമദാനിന്റെ രാവുകളിലൂടെ പകലുകളിലൂടെ ഒരടിമക്ക് ഉറപ്പ് നൽകുന്നത്, വാഗ്ദാനം നൽകുന്നത്. ഈ റമദാനിന് അതിനു മാത്രം പ്രാധാന്യവും പ്രത്യേകതയും ഉള്ളത് എന്തുകൊണ്ടാണെന്നോ?
പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ടാണ്. ആ റമളാനിന്റെ രാവുകൾക്ക് പ്രാധാന്യമുണ്ടാവുന്നത് ഖുർആനിന്റെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഷഹ്റു റമളാൻ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം അതാകുന്നുവെന്നാണ്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ട്, വബയ്യിനാതിം മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനവും അതുപോലെ തന്നെ വിശദീകരണവുമായിക്കൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണത് എന്നാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ഈ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ബാക്കിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുത്തുകൊള്ളൂ. നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എന്തിനാ പടച്ചോ നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ എന്ന്? എത്ര ചെറിയ നന്മ ചെയ്താലും അതിന് അത്രത്തോളം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന റസൂലുള്ളാഹി ഉറപ്പ് നൽകിയത് എന്തുകൊണ്ടാ? മാസങ്ങൾക്ക് മുമ്പേ നോമ്പ് വരാറായത് മുൻഗാമികൾ ഓർത്തത് എന്തുകൊണ്ടാ? അതൊരു അവസരമാണ്, ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്തൊരവസരമാണ്. എന്തുകൊണ്ടാ പടച്ചോൻ അങ്ങനെ ഒരു അവസരം നമുക്ക് തന്നത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാവിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അത് റമളാനിലാണെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് അറിയിക്കുകയാണ്. ആ ഖുർആനിലേക്ക് ഒന്നുകൂടി അടുക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് റമളാൻ. എന്ത് ചെയ്യണം, റമളാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ഒരു നന്മ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനുമായിട്ട് ഞാൻ എത്രത്തോളം അടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചരിത്രം പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലയുടെ ചെരുവിൽ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടാണ്. സ്വാഭാവികമായും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ശത്രുക്കളുടെ പ്രകോപനം അല്ലെങ്കിൽ അക്രമം ഏത് സമയത്തും ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകളെ രാത്രി കാവൽ നിർത്തി. എന്നിട്ട് പ്രവാചകനും കുറച്ച് ആളുകളും അവിടെ കിടന്നുറങ്ങാണ്. രണ്ടാളുകൾ കാവൽ നിൽക്കാണ് രാത്രി. ആ രണ്ടാളുകൾക്ക് ആ മലയുടെ ഏത് ഭാഗത്തു നിന്നും ആര് വരികയാണെങ്കിലും റസൂലുള്ളാഹി ആ സ്വഹാബികൾക്ക് ആ ആളുകൾക്ക് കാണാം. ഒരു അൻസാരി ഉണ്ട്, ഒരു മുഹാജിറുണ്ട്. മുഹാജിറിന്റെ പേര് അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു, അൻസാരിയുടെ പേര് ഉബാദത്ത് ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു. ഈ രണ്ടാളുകൾ രാത്രി കാവലിൽ കാണും. റസൂലുള്ളാഹിയും സ്വഹാബത്തും ഉറങ്ങാണ്. ഈ രണ്ടാളുകൾക്കിടയിൽ ഒരാള് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, അടുത്ത ആൾ അവിടെ മെല്ലെ മയങ്ങണം. ഉബാദത്ത് ബിൻ ബഷീർ നിസ്കരിക്കുന്ന സമയത്താണ് അതിലൂടെ ശത്രുക്കൾ വരുന്നത്. അവരിങ്ങനെ ദൂരെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്നത് ഒരു രൂപം അവർക്ക് കാണുന്നുണ്ട്. ശത്രു അമ്പെയ്തു. ഉബാദത്ത് ബിൻ ബഷീറിന്റെ പിറകിൽ ആ അമ്പ് വന്ന് തറച്ചു. ചരിത്രത്തിൽ കാണാം, ഫനസഅഹു ഉബാദത്ത് ബിൻ ബഷറ, അമ്പ് വലിച്ചെടുത്തു, നിസ്കാരം തുടർത്തിയെന്നാണ്. ശത്രു വീണ്ടും അമ്പെയ്തു, അതും അയാളുടെ മുതുകിൽ വന്ന് തറച്ചു. അങ്ങനെ 3-4 അമ്പുകൾ ഉബാദത്ത് ബിൻ ബഷർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ തറച്ചു. നമുക്കൊരു മുള്ളു കുത്തിയുള്ള വേദന എന്താ നമുക്കറിയാം. ഒരമ്പ് വന്ന് തറക്കുന്നതിന്റെ വേദന എത്രത്തോളം ഉണ്ടാകും, മുറിവെത്രത്തോളം ഉണ്ടാകും. ഉബാദത്ത് ബിൻ ബഷീറിന് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ പെട്ടെന്ന് റുകൂഉം സുജൂദും ചെയ്ത് ഉബാദത്ത് ബിൻ ബഷീർ നിസ്കാരം പൂർത്തിയാക്കി അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കണം. അമ്മാർ ബിൻ യാസർ ഉണർന്നപ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഉബാദത്ത് ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം ചോദിച്ചുവെന്നാണ്, സുബ്ഹാനല്ലാഹ്, എന്താണിത്, എന്താണ് പറ്റിയത്? ഉബാദത്ത് ബിൻ ബഷീർ വിഷയം പറഞ്ഞു. അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു പറയാണ്, അലംബഹത്തിനി ഔവല മാറുമ, ആദ്യത്തെ ഏറ് കിട്ടിയപ്പോൾ തന്നെ, അമ്പ് വന്നപ്പോൾ തന്നെ എനിക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ എന്ന്. ആ സമയത്ത് ഉബാദത്ത് ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ. കുൻതു ഫീ സൂറത്തിൻ അഖ്റഉഹ, ഞാനൊരു സൂറത്തിലായിരുന്നു, നിസ്കാരത്തിൽ ഞാനൊരു സൂറത്ത് ഓതായിരുന്നു. ഫലം അഹബ്ബു അൻ അഖ്തഅഹ ഹത്താ അൻഫദഹ, ആ സൂറത്ത് പൂർത്തിയാക്കുന്നതിന് മുൻപ് അതിനെ മുറിക്കാൻ, അവിടെ വെച്ച് നിർത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്നാണ്. ഒരു സൂറത്തിനോടുള്ള അയാളുടെ ഇഷ്ടം
പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതുന്നതിനോടുള്ള അവരുടെ ആഗ്രഹം സ്വഹാബികൾ പ്രകടിപ്പിച്ചിരുന്നത് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിലുള്ള നിരവധി ചരിത്രങ്ങളിൽ നിന്ന് ഒരു നിസാരം നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു സംഭവമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ കലാമിനോട് അത്രമേൽ ഇഷ്ടം സൂക്ഷിച്ചിരുന്ന സ്വഹാബത്തായിരുന്നു അവർ. ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരത് അതേപോലെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചത്. ഇസ്ലാം പ്രചരിച്ചത് എങ്ങനെയാണ്? പ്രബോധകർ ഉണ്ടായത് കൊണ്ടൊന്നല്ല ഇസ്ലാം പ്രചരിച്ചത്. മക്കയും മദീനയും വിട്ട് ലോകത്തിന്റെ ഏത് കോണുകളിലും മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഉണ്ടായത് ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാണ്? പ്രബോധകന്മാർ പോയിട്ടല്ല. പ്രവാചകന്റെ തിരുനാവിലൂടെ അവർ കേട്ട പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർ സ്വീകരിച്ചത് അവരുടെ നെഞ്ചകത്തേക്കായിരുന്നു. അത് സ്വീകരിച്ചു, അതോടെ അവരുടെ ജീവിതം മാറുകയാണ്. ഒരായത്ത് കേട്ട ജീവിതം മാറി. ആ ആയത്തിൽ എന്തെങ്കിലും മാറ്റാനുണ്ടോ, കൊള്ളാനുണ്ടോ, തള്ളാനുണ്ടോ? മാറി. ജീവിക്കുന്ന ഖുർആനുകളായി സ്വഹാബത്ത് മാറി. അവർ കച്ചവടാർത്ഥം വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലേക്ക്, നാടുകളിലേക്ക്, രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. അവരുടെ സ്വഭാവം കണ്ട്, അവരുടെ പെരുമാറ്റം കണ്ട്, അവരുടെ ഇടപെടലുകൾ കണ്ട്, അവരുടെ സത്യസന്ധത കണ്ട്, അവരുടെ ഈമാൻ കണ്ട്, അള്ളാഹുവിനെ പേടി കണ്ട് ചുറ്റുമുള്ള ആളുകൾ ഇസ്ലാമിനെ പഠിച്ചു, ഇസ്ലാമിനെ മനസ്സിലാക്കി. സ്വാഭാവികമായും അവർക്ക് ചുറ്റുമുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇസ്ലാം പ്രചരിച്ചത്. ഇവിടെ നമ്മുടെ നാടുകളിലേക്ക് വന്ന മാലിക് ബിൻ ദീനാറും കൂട്ടരും പ്രബോധക സംഘമായി വന്നതല്ല, അവർ കച്ചവടാർത്ഥം വന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥകളും അതുപോലെ തന്നെ കള്ളങ്ങളും കച്ചവടത്തിലുള്ള ചൂഷണങ്ങളും ഒക്കെ നടക്കുമ്പോൾ അവർ സത്യസന്ധത കാണിച്ചു. അവർ അള്ളാഹുവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ അവർക്കൊന്നും തന്നെ തടസ്സങ്ങൾ ഉണ്ടായില്ല. സത്യസന്ധതയോടുകൂടി നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും നല്ല ഇടപെടലുകളും അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി ചുറ്റുമുള്ളവർ കണ്ടന്തം വിട്ടു. സ്വാഭാവികമായും അവരൊക്കെ ഇസ്ലാമിന്റെ സുന്ദരമായ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർ സ്വീകരിച്ചത് ഹൃദയത്തിലേക്കായിരുന്നു. നമ്മളൊക്കെ എത്ര വചനങ്ങൾ കേട്ടിട്ടുണ്ട്, എത്ര വചനങ്ങൾ നമുക്കറിയാം. ഖുർആനിന്റെ മാസമായ റമദാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര കാലമായി നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് ഖുർആൻ. 30 ജുസ് ഖുർആനുണ്ട്. ജനിച്ച മുതൽ, ബുദ്ധി വെച്ച മുതൽ, സംസാരിക്കാൻ പഠിച്ച മുതൽ, 1-ാം ക്ലാസ് മദ്രസിൽ പോയ മുതൽ നമ്മൾ ഖുർആൻ കാണുന്നുണ്ട്. 40, 50, 60 വർഷമായി ഒരൊറ്റ തവണ നമുക്ക് കിട്ടിയ റമദാനുകൾ കണക്കിലെടുക്കുക. 20 റമദാൻ, 30 റമദാൻ ആരോഗ്യത്തോടെ കഴിച്ചു കൂട്ടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. റമദാനുകൾ നമ്മൾ കണക്കിലെടുക്കുക. റമദാനല്ലാത്ത എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ ഒരായുഷ്കാലം ഞാനൊന്ന് കണക്കിലെടുത്തുകൊണ്ട് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഒരൊറ്റ തവണയെങ്കിലും ആ ഖുർആനിലൂടെ ഒരായത്ത് മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ എന്റെ റബ്ബ് എന്നോട് എനിക്ക് ഹുദയായി, എനിക്ക് ബയ്യിനാത്തും മിനൽ ഫുർഖാൻ എന്ന് അല്ലാഹ് പറഞ്ഞ ഖുർആൻ ഒരൊറ്റ തവണ എന്റെ റബ്ബ് എന്നോട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ബന്ധമാണ് പ്രിയപ്പെട്ടവർ നമുക്ക് ഖുർആനായിട്ട് പറയേണ്ടവ? ഖുർആനിന്റെ മാസമായ റമദാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവരെ, എന്തു ബന്ധമാണ് ഖുർആനുമായിട്ട് നമുക്ക് പറയാനുള്ളത്? ജീവിതത്തിന്റെ ഒരായുഷ്കാലം പിറകോട്ട് നോക്കുമ്പോൾ 20, 30, 40, 50 വർഷക്കാലം എന്റെ വീട്ടിൽ എനിക്ക് വായിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞാൻ അറിയുന്ന മലയാള തർജുമയടക്കം എന്റെ വീട്ടിലുണ്ടായിട്ടും ഒരൊറ്റ തവണയെങ്കിലും അതൊന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ, വായിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തു ബന്ധമാണ്, എന്ത് ആശ്വാസത്തിലാണ് ഈ ഖുർആനിന്റെ മാസത്തെ വരവേൽക്കാൻ നമ്മളൊക്കെ കാത്തു നിൽക്കുന്നത്? സ്വഹാബത്തൊക്കെ ഓരോ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവർ ഹൃദയത്തിലേക്ക് സ്വീകരിക്കായിരുന്നു. പിന്നീട് അവരുടെ ചുണ്ടുകളിൽ അത് പ്രകടമായിരുന്നു, നിസ്കാരങ്ങളിൽ അത് പ്രകടമായിരുന്നു, ദീർഘമായ നിസ്കാരങ്ങളിൽ അത് പ്രകടമായിരുന്നു. നമുക്ക് എത്ര സൂറത്ത് അറിയാം കാണാതെ? സൂറത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ അറിയാം. എന്നാൽ ബാക്കിയുള്ള സൂറത്തുകളൊന്ന് എടുത്തു നോക്കിക്കേ. പല ആളുകളും നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഓരോ സൂറത്ത് ഇഖ്ലാസാണ്, 2-ാമത്തെ റക്അത്തിൽ ഓതുക സൂറത്തുൻ നാസാണ്. ചില ആളുകളുണ്ട് ചില സൂറത്തുകളോട് പ്രത്യേകമായ ഇഷ്ടം. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്, പ്രവാചകരെ ഇയാള് എന്ന് നിസ്കരിക്കുമ്പോഴും ഈ സൂറത്ത് ഓതുകയാണ്. റസൂൽ അയാളെ വിളിച്ചു. എന്താ കാരണം? അയാൾ പറഞ്ഞു, റസൂൽ എനിക്ക് അത്ര ഇഷ്ടമാണ് ആ സൂറത്തിനോട്, അതിന്റെ ആശയങ്ങൾ, അതിന്റെ അർത്ഥതലം, എനിക്ക് ആ സൂറത്തിനോട് അങ്ങേറ്റം ഇഷ്ടമാണ് നബിയെ. റസൂൽ പറഞ്ഞു, ആ സൂറത്തുകാരങ്ങൾ സ്വർഗത്തിൽ പോട്ടെ എന്നാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാര്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ അവസ്ഥ എന്താണ്? ഒറ്റ
ഒറ്റ ശ്വാസത്തിൽ ഇഖ്ലാസ് ഓതി തീർക്കും, ഒറ്റ ശ്വാസത്തിൽ സൂറത്തുൻ നാസ് ഓതി തീർക്കും. നമ്മൾ പോലും നിസ്കാരത്തിലൊന്നും മെല്ലെ സാവകാശം ഓതാൻ പോലും നമ്മൾ ബന്ധപ്പെടില്ല. സാവകാശം ഓതുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റും. കാരണം ഒരൊറ്റ ശ്വാസത്തിൽ ഓതി തീർക്കുമ്പോൾ പല അക്ഷരങ്ങളും അതിലുണ്ടാവില്ല. ഖുറാനിൽ ആ ഒരു ഇഖ്ലാസ് ഓതുമ്പോൾ പോലും പല അക്ഷരങ്ങളും ചിലപ്പോൾ നമുക്കതിലുണ്ടാവില്ല. വേറെ ഒരു സൂറത്ത് പോലും കാണാതെ പഠിക്കാൻ ശ്രമിക്കാത്ത, അതിന് ശ്രദ്ധ കൊടുക്കാത്ത, അതിന് ഗൗരവമായി കാണാത്ത 114 അധ്യായങ്ങൾ ഉണ്ടായിട്ടും 114 അധ്യായങ്ങളും എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ 114 അധ്യായങ്ങളും എൻ്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധൂകരിക്കാൻ എൻ്റെ റബ്ബ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറക്കി അവന്റെ കലിമാത്തുകൾ കലാമാണെന്നറിഞ്ഞിട്ടും അത് പഠിക്കാനും മനസ്സിലാക്കാനും പാരായണം ചെയ്യാനും സമയം കിട്ടിയിട്ടില്ലാത്തവരാണ് നമ്മളെങ്കിൽ ഈ റമദാനെങ്കിലും നമ്മളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ ഇതൊരു കാരണമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ഒരായത്ത് ഇറങ്ങിയാൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്നറിയോ? ഒരൊറ്റ ചരിത്രം കൂടി പറയട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. സ്വഹാബത്തൊക്കെ മദീനത്തെ പള്ളിക്ക് ചുറ്റുണ്ട് ഈ വിവരമറിയാതെ. ഉമർ റളിയല്ലാഹു അൻഹുവും മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിന്റെ ആ ഒരു മുറിയിലേക്ക് ആയിഷ ബിവിയോട് അനുവാദം ചോദിച്ചു വരികയാണ്. ഛേദനയേറ്റ് കിടക്കുന്ന അള്ളാഹിന്റെ പ്രവാചകനെ നോക്കുന്നു. എന്നിട്ട് അവർ തിരിച്ചു പോരുന്നു. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ റളിയല്ലാഹു അൻഹു കൂടെ, ഉമർ റളിയല്ലാഹു പറയുന്നു റസൂലുള്ളാഹി വിട പറഞ്ഞിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുകയാണ്. സകല മുനാഫിക്കുകളെയും ഇല്ലാതാക്കിയതിന്റെ ശേഷമേ എന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയൂ എന്ന് വരെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താണ് മുനാഫിക് എന്ന് പറയാൻ കാരണം? മുഗീറ പറഞ്ഞത് നിഫാഖിന്റെ വർത്താനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ള മൂസാ നബി അള്ളാന്റെ വിളിക്കുത്തരം നൽകി സീനാ പർവ്വതത്തിലേക്ക് പോയതുപോലെ എന്റെ റസൂലും യാത്ര പോയിരിക്കുകയാണ്. റസൂലുള്ള വിട പറഞ്ഞിട്ടില്ല എന്നാണ്. സിദ്ദീഖുൽ അക്ബർ മദീനക്ക് പുറത്തായിരുന്നു. സിദ്ദീഖുൽ അക്ബർ കടന്നു വരുന്നു, പ്രവാചകന്റെ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കുന്നു. പ്രവാചകന്റെ 2 കണ്ണുകൾക്കിടയിൽ അള്ളാന്റെ ഹബീബിന്റെ തിരുമുഖത്ത് സിദ്ദീഖുൽ അക്ബർ ഉമ്മ വെക്കുന്നു. ഒരു തുള്ളി കണ്ണുനീർ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വീണ് സിദ്ദീഖുൽ അക്ബർ പറയുന്നു, അള്ളാന്റെ പ്രവാചകരെ, അങ്ങേക്ക് 2 മരണം അള്ളാഹു വിധിച്ചിട്ടില്ല, അങ്ങ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നുവെന്ന്. സിദ്ദീഖുൽ അക്ബർ പ്രവാചകന്റെ മുഖത്തേക്ക് വീണ്ടും ഉമ്മ വെച്ച് ആ മുഖത്തിന് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു. മുഗീറത്ത് ബിൻ ശുഅബ പറഞ്ഞതനുസരിച്ച് മദീനയ്ക്ക് ചുറ്റുമുള്ള സ്വഹാബത്താകെ വൈകാരികമായി നിൽക്കുകയാണ്. എല്ലാവർക്കിടയിലും ആകെ അവരുടെ നേതാവ് സർവ്വ അനാചാരങ്ങളിലും തോന്നിവാസങ്ങളിലും അധാർമികതയിലും ജീവിച്ചിരുന്ന നന്മയും തിന്മയും എന്താണെന്നറിയാത്ത, നീതിയും അനീതിയും എന്തെന്നറിയാത്ത, വർഷങ്ങളോളം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ആ ഒരു കൂട്ടം അപരിഷ്കൃതമായ മനുഷ്യരെയാണ് നന്മ പഠിപ്പിച്ച, നീതി പഠിപ്പിച്ച, ബന്ധങ്ങളുടെ പവിത്രത പഠിപ്പിച്ച, പടച്ചിറപ്പിനെ കുറിച്ചുള്ള ബോധം പഠിപ്പിച്ച ആളുകൾ, അവരുടെ നേതാവ് മരിച്ചുപോയി എന്ന വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ പരിഭ്രാന്തിയോടുകൂടി നിൽക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേറ്റം വൈകാരികതയിലാണ്. സിദ്ദീഖുൽ അക്ബർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങുന്നില്ല. സിദ്ദീഖുൽ അക്ബർ അവിടെ അല്പം ഉയർന്ന സ്ഥലത്തേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ സംസാരിക്കാൻ തുടങ്ങണം. ആ സ്വഹാബത്ത് മുഴുവൻ സിദ്ദീഖുൽ അക്ബറിന്റെ ചുറ്റിലേക്ക് വന്നിരുന്ന് എന്താണ് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്ന് കേൾക്കാൻ സാഗൂതം മദീനത്തെ പള്ളിയിൽ പ്രവാചകന്റെ മുറിക്ക് ചുറ്റുമിരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു വചനം ഓതുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് എന്ന് തുടങ്ങുന്ന ഒരു വചനം പാരായണം ചെയ്യുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ്, മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെയുള്ള ഒരു പ്രവാചകൻ മാത്രമാണ്. ആ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ദീന് വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു കളയുകയാണോ എന്ന ആശയം തുടങ്ങുന്ന ഒരു വചനം സിദ്ദീഖുൽ അക്ബർ പാരായണം ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ആയത്ത് ഖുർആനിലുണ്ട് എന്ന അപ്പൊ ഇറങ്ങിയ ആയത്ത് പോലെ തോന്നിപ്പോയി എന്നാണ്. അത്രമാത്രം വൈകാരികതയിലാണിരുന്ന ആ സ്വഹാബത്ത് ആ ഒരൊറ്റ ആയത്താണ് കേട്ടപ്പോ അങ്ങേറ്റം ഒതുങ്ങിയതാണ്. സ്വഹാബത്തൊന്നടങ്കം കരയാൻ തുടങ്ങിയതാണ്.
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിലത്ത് വീണ പോലെ തളർന്നിരുന്നു എന്നാണ്. മദീനത്ത് അവിടെ തളർന്നു പോയി എന്നാണ്. ആ ആയത്താണ് കേട്ടപ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ആശയം ധ്വനിപ്പിക്കുന്ന, അള്ളാഹിന്റെ പ്രവാചകനും ഈ ലോകത്തോട് വിട പറയുമെന്ന ആശയം ധ്വനിപ്പിക്കുന്ന ആയത്ത് സിദ്ദീഖ് അക്ബറുടെ ഓതിയപ്പോ അത്രമേൽ വൈകാരികമായിരുന്ന ഒരു സമൂഹത്തിന്റെ മനസ്സിലേക്ക്, കാതിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വചനം ഓതിയപ്പോ അവരുടെ ഹൃദയങ്ങൾ അപ്പോൾ തന്നെ മാറ്റമുണ്ടായി. അവർ കരച്ചിലേക്ക് വഴിമാറിപ്പോയി എന്നാണ്. ഇതെന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഒരായത്ത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സുകൾ എത്രത്തോളം ആ ആയത്തുകളിലേക്ക് പാകപ്പെട്ടിരുന്നു എന്ന് പഠിപ്പിക്കാനാണ്, ഓർമ്മിപ്പിക്കാനാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരായത്ത് കേൾക്കുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് മാറ്റമാണ്, എന്ത് സ്വാധീനമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ എത്ര വചനങ്ങൾ കേട്ടിട്ടുണ്ട്, നരകത്തെക്കുറിച്ച് നമ്മൾ എത്ര വചനങ്ങൾ കേട്ടിട്ടുണ്ട്, മരണത്തെക്കുറിച്ച് എത്ര വചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നരകം സത്യമാണെന്നും സ്വർഗം സത്യമാണെന്നും മരണം സത്യമാണെന്നും അതിന്റെ ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതമാണ് മരണമില്ലാത്ത ലോകമെന്നും അവിടേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടെന്നും എത്രയെത്ര അതിൻ്റെ ആശയം അറിയിക്കുന്ന വചനങ്ങൾ നമ്മുടെ കർണപടങ്ങളിൽ, നമ്മുടെ ചുണ്ടുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ചുറ്റും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സ്വാധീനം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായി വളരെ ഗൗരവമായി കൊണ്ട് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓതിത്തന്ന വചനങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. ഈ റമദാനിൽ ഞാൻ എന്തു ചെയ്യണം എന്ന ചിന്തയുണ്ടാകുമ്പോൾ ആ ചിന്തയിൽ നിന്ന് ആദ്യം അല്ലെങ്കിൽ പ്രഥമ പരിഗണനയിൽ പകലിൽ നോമ്പുകാരനായി നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഖുർആനുമായിട്ട് എനിക്കെങ്ങനെ അടുക്കാം എന്നതാണ്. സ്വഹാബത്തൊക്കെ പരസ്പരം പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്നത് എന്താ എന്നറിയോ? മിനൽ ഖുർആൻ എന്നാണ്. ഖുർആനിൽ നിന്ന് എന്താണ് എൻ്റെ അടുത്തുള്ളത് എന്ന്. സ്വഹാബത്തൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ ചോദിക്കുന്ന വിശേഷങ്ങളിൽ ഒരു വിശേഷം എന്താണ്? മാതാ മഅക മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എന്താണ് നിന്റെ അടുത്തുള്ളത് എന്നാണ് ചോദിക്കാറുള്ളത് എന്ന്. നമ്മളോട് സ്വയം ചോദിക്കുക, എൻ്റെ അടുത്ത് ഖുർആനിൽ നിന്ന് എന്താണുള്ളത്? ഖുർആൻ 30 ജുസ് ആയിട്ടുള്ള 114 അധ്യായങ്ങളിൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചുണ്ടുകളിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എന്താണ് ഉള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മൾ ആലോചിച്ച് നോക്കുക. നോമ്പ്, തീർച്ചയായും നമ്മളൊക്കെ നോമ്പുകാരായിരിക്കും. സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലവും നമ്മൾ അറിയേണ്ടതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു ഇത് സ്വീകരിക്കണം എൻ്റെ നോമ്പ് എന്ന അങ്ങേയറ്റത്തെ ഉത്കൃഷ്ടമായ ആഗ്രഹത്തോടു കൂടി എൻ്റെ റബ്ബ് എൻ്റെ നോമ്പിനെ തള്ളിക്കളയുന്നതൊന്നും എൻ്റെ നോമ്പിൽ ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി എന്നാണ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിലൂടെ പുറത്തു തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പകലിൽ നോമ്പ് നോൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ നോമ്പിനെ തെറ്റിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാവണം റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച ഒരു ഹദീസ് ഉണ്ട്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമുൽ അഖ്ലാഖ്, സ്വഭാവ സംസ്കരണത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ചെറിയ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരുടെ നിയോഗം എന്തിനാ? ഈമാൻ പഠിപ്പിക്കാനാണ്, തൗഹീദ് പഠിപ്പിക്കാനാണ്. പരിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തിനാ പ്രവാചകന്മാരെ നിയോഗിച്ചത്? തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതേ ആശയം വരുന്ന ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമുൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ സ്വഭാവ സംസ്കരണത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളോട് ഈമാൻ ഉൾക്കൊള്ളുന്ന
തൗഹീദുള്ള ആളുകളോട് ഇന്ന് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യവും അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹദീസിനെ പണ്ഡിതന്മാർ വ്യത്യസ്ത തലങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇബാദത്തുകളൊക്കെ ഖൽബുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നോമ്പ് ഒരു ഉദാഹരണം എടുക്കാം. പകലിൽ ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, റമദാന്റെ ആവട്ടെ അല്ലാത്ത ദിവസങ്ങളിലാവട്ടെ, എന്നെ കാണുന്നവർക്കറിയില്ല ഞാൻ നോമ്പുകാരനാണെന്ന്. ഞാൻ സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ എന്നോട് സഹവസിക്കുന്നവർക്കോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്ത് എനിക്ക് നോമ്പുണ്ട് എന്നുള്ളത്. അതുപോലുള്ള ഇബാദത്തുകളൊക്കെ മഹല്ലുഹ അൽ ഖൽബ്, അതിന്റെ മഹല്ല് എന്ന് പറയുന്നത് എവിടെയാണ്? ഖൽബാണ്. എന്നാൽ അത് പ്രകടമാവും എവിടെ? എൻ്റെ സംസാരത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ നിലപാടുകളിൽ. ഞാൻ സഹവസിക്കുന്ന ആളുകൾക്കത് മനസ്സിലാവും. എങ്ങനെ? എൻ്റെ സ്വഭാവം നല്ലതാകുമ്പോൾ, എൻ്റെ പെരുമാറ്റം നല്ലതാകുമ്പോൾ, ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ആളുകളോട് സംവദിക്കുമ്പോൾ ഞാൻ ഈമാനുള്ളവനാണ്, വിശ്വാസിയാണ്, അള്ളാഹനെ പേടിക്കുന്നവനാണെന്ന് മറ്റുള്ളവർ മനസ്സിലാവും. എന്നാൽ അതിൻ്റെ മറുവശം, ഞാൻ നിസ്കരിക്കുന്നവനാണ്, നോമ്പോൽക്കുന്നവനാണ്, എന്നാൽ മറ്റുള്ളവരോട് കാണുമ്പോൾ മോശമായ പെരുമാറ്റം. ഒരാളോട് സംസാരിക്കുമ്പോൾ നിൽക്കുമ്പോൾ അയാളോട് മിണ്ടണ്ട, അയാളോട് മിണ്ടായിരിക്കുക നല്ലത്. കാരണം തൊള്ള തുറന്നാൽ, വായ തുറന്നാൽ മറ്റുള്ളവർ പരിഹസിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ പറയുക, മറ്റുള്ള ആളുകളുടെ രഹസ്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചൊഴിഞ്ഞന്വേഷിക്കുക, അതിങ്ങനെ ഇവിടെ കേട്ട് അവിടെ പറയുക. ഇങ്ങനെയുള്ള മോശമായ സ്വഭാവവും പെരുമാറ്റവുമുള്ള ആളുകൾ, ഒന്ന് പുഞ്ചിരിക്കാത്ത, സത്യസന്ധത ലവലേശം മനസ്സിലില്ലാത്ത, കള്ളവും പൂത്തിവെപ്പും മോശമായ ചിന്തകളും മോശമായ പെരുമാറ്റങ്ങളും ഉള്ള ആളുകളാണെങ്കിൽ അവരെക്കുറിച്ച് എന്താ വിലയിരുത്തുക? അവരുടെ മനസ്സിൽ എന്തില്ല? ഈമാനില്ല എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന സഈമുൻ, ഞാൻ വാദിക്കുന്നവനാണ്, ബിബൈത്തിൻ ഫി അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഒരു കൊട്ടാരം പണിയണമെന്ന്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വാദിക്കുമെന്നാണ്. ആരാണവർ? തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്, അള്ളാഹനെ സൂക്ഷിക്കുന്ന ഒരു മനസ്സും സൽസ്വഭാവവും അവർക്കിടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നവനാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഹബ്ബുക്കും ഇലയ്യ വ അഖ്റബുക്കും മിന്നി, എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരും ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും എപ്പോ? ഫിൽ ആഖിറത്തി, നാളെ ഹശറിന്റെ മൈതാനിയിൽ, അന്ത്യനാളിൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ളവർ, എന്നോട് അടുത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരാരാണെന്നറിയുമോ? സത്യസന്ധരായ സൽസ്വഭാവികളായ ആളുകളാണ് എന്നാണ്. അതിന്റെ മറുവശം, അബ്ഗദുക്കും മിന്നി, ഞാൻ ഏറ്റവും ദേഷ്യം വെക്കുന്ന, വഅബ്അദുക്കും മിന്നി, എന്നിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരാണെന്നറിയുമോ? അസാബിഉക്കും അഖ്ലാഖ, മോശം സ്വഭാവമുള്ള ആളുകളാണ് എന്നാണ്. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? നോമ്പിനെ വരവേൽക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കണം, ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വർത്തമാനങ്ങളെക്കുറിച്ച്, നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, നമ്മുടെ ഇടപെടലുകളെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തണം. ഒരാത്മവിചിന്തനം നടത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. മോശമായ ചിന്തകൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നോമ്പ് നോറ്റിട്ട് എന്ത് കാര്യമുള്ളത്? മോശമായ മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നിട്ട് ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും എന്ത് കാര്യമുള്ളത്? മനസ്സും ശരീരവും വിശ്വാസവും ഒക്കെ നിഷ്കളങ്കമാവണം. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരേ ആളായി മാറാൻ നമുക്ക് പറ്റണം. അപ്പോഴേ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ, നോമ്പ് വെച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഉള്ള ആളുകളെ റമദാനിനെ നല്ല നിലക്ക് സ്വീകരിക്കേണ്ടതുള്ളതാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരേ മനുഷ്യരായി മാറാൻ കഴിയണം. അത് വലിയൊരു കാര്യമാണ്. വീട്ടിൻ്റെ ഉള്ളിൽ എനിക്കൊരു സ്വഭാവമാണ്, വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ എനിക്ക് മറ്റൊരു സ്വഭാവമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് കൃത്രിമത്വമാണ്. അതുകൊണ്ടാണ് വീട്ടിലെ സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ നല്ലവെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? വീടിൻ്റെ അകത്തും വീടിൻ്റെ പുറത്തും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ നിഷ്കളങ്കമായ പെരുമാറ്റത്തിൻ്റെ ഉടമയായി മാറാൻ നമുക്ക് കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ റമദാനിനെ നല്ല രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. അതുകൊണ്ട് മനസ്സും ശരീരവും ശുദ്ധമാവട്ടെ. മനസ്സും ശരീരവും ശുദ്ധമായി വിട്ടുവീഴ്ച മനസ്സോടുകൂടി, മറ്റുള്ളവരോട് ദേഷ്യം വെക്കാതെ, മറ്റുള്ളവരോട് അകൽച്ചയില്ലാതെ, ഇതെൻ്റെ കാര്യമാണ്, എൻ്റെ പരലോകത്തെ കാര്യമാണ്, എൻ്റെ നാളെയുടെ തീരുമാനമാണ്, എൻ്റെ നാളെ എനിക്ക് നല്ല രീതിയിൽ ലഭിക്കുവാൻ ഇതാവശ്യമാണ്
എന്ന ചിന്തയോടുകൂടി എൻ്റെ മനസ്സ് ഞാൻ നന്നാക്കണം. ഞാൻ മോശമായി തെറ്റി നിൽക്കുന്ന ആളുകളോട് അത് തിരുത്തണം. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ നന്മയും തിന്മയും സമമാവുകയില്ല. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്. അതെങ്ങനെ? ഇങ്ങോട്ട് എങ്ങനെ മോശം കാണിച്ചാലും അതേ രീതിയിൽ അങ്ങോട്ട് മോശം കാണിക്കാന്നല്ല. ഇപ്പം ഇങ്ങോട്ടൊരാൾ തോന്നിയാസം പറഞ്ഞാൽ അതേപോലെ അങ്ങോട്ടും പ്രതികരിക്കാന്നല്ല. ഇങ്ങോട്ടൊരാൾ ഒരു പ്രതികാരം ചെയ്തു, ഒരാവശ്യമില്ലാത്തൊരു കാര്യം ചെയ്ത്, സ്വാഭാവികമായി നമ്മൾ പ്രഷറോടും, നമ്മൾ ദേഷ്യപ്പെടും. അതേ ദേഷ്യത്തോടുകൂടി അങ്ങോട്ടും പ്രതികരിക്കുക എന്നുള്ളതല്ല. ഇത് ബില്ലത്തി അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചങ്ങോട്ട് പെരുമാറാൻ നമുക്ക് കഴിയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏത് ശത്രുവും കഅന്നഹു വലിയ്യുൻ ഹമീം, നിങ്ങളുടെ മിത്രം പോലെയായിത്തീരുന്നതാണ്. ഇങ്ങോട്ട് എന്ത് രീതിയിലുമാണെങ്കിലും ആളുകൾ പെരുമാറിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് അങ്ങനെയല്ല. നമ്മൾ അങ്ങോട്ട് ഏറ്റവും നല്ല രീതിയിൽ അങ്ങോട്ട് പെരുമാറുമ്പോൾ നിങ്ങളുടെ ഏത് ശത്രുവും നിങ്ങളുടെ മിത്രമായി മാറുന്നതാണ്. ചില ആളുകളുണ്ട്, നമ്മുടെ അയൽവാസികളോടൊക്കെ നല്ല പെരുമാറ്റാണ്, നാട്ടുകാരോടൊക്കെ നല്ല പെരുമാറ്റാണ്. പക്ഷെ കുടുംബത്തില് ഒരു പക്ഷെ സ്വന്തം ചോരയാവും, ജ്യേഷ്ഠത്തിമാര്, അനുജത്തിമാര്, വളരെ വേണ്ടപ്പെട്ട രക്തബന്ധങ്ങളെക്കാരും വർഷങ്ങളായിട്ട് തെറ്റി നിൽക്കുകയാരം. നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ, ചെറിയ കാര്യത്തിന്റെ പേരിൽ, താഴ്ന്നു കൊടുക്കാൻ മനസ്സ് സമ്മതിക്കാത്തതിന്റെ പേരിൽ അങ്ങേയറ്റം ഈഗോ അതിങ്ങനെ മനസ്സിലിങ്ങനെ വളർന്ന് ഒരു നിലക്കും അടുക്കാത്ത രീതിയിൽ ഒരുപാട് അകന്നു പോയിട്ടുണ്ടാവും. കുറേ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങളിൽ തന്നെ ഈമാനുള്ള ആളുകൾ. എല്ലാവർക്കും നല്ല സഹായം ചെയ്യുന്നുണ്ടാവും, അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ നല്ല അഭിപ്രായമായിരിക്കും. പക്ഷെ ചെറിയ കാര്യത്തിന്റെ പേരിൽ രക്തബന്ധങ്ങൾ പോലും വർഷങ്ങളോളം തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് അലഖിലൂടെ അല്ലാഹ് പറയുന്നുണ്ട്. ചില ആളുകളുണ്ട്, എന്താ അവരുടെ പ്രത്യേകത? റആഹുസ്തഗന, അവരുടെ മനസ്സിലിങ്ങനെ ഞാൻ എല്ലാറ്റിനും പോന്നവനാണെന്നുള്ള ചിന്തയാണ്. ഞാൻ എല്ലാറ്റിനും മതിയായവനാണ്. ഓൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഓന് പോയി, ഓൻ എന്നോട് മിണ്ടിയിട്ടില്ലെങ്കിൽ ഓന് പോയി, അവനക്ക് നഷ്ടമായി, അല്ലെങ്കിൽ ഓന്റെ പണി നോക്കി പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഈഗോയും നിറച്ചു നിൽക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം അതിലില്ല. നമ്മൾ നമ്മുടെ പരലോകം കളയാന്നല്ലാതെ, നമ്മൾ ഇങ്ങനെ വെറുതെ പ്രഷറായി തെറ്റി നടക്കാന്നല്ലാതെ, എന്നാൽ തിരിച്ചങ്ങോട്ട് ഒന്ന് താഴ്ന്നെടുത്ത് നോക്കിയും ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞ് ക്ഷമിക്കാനുള്ളതൊക്കെ ക്ഷമിച്ച് പൊറുക്കാനുള്ളതൊക്കെ പൊറുത്ത് പുഞ്ചിരിയോടുകൂടി ഒന്ന് സലാം പറഞ്ഞ് മിണ്ടി നോക്കിയും കഅന്നഹു വലിയ്യുൻ ഹമീം, ഏത് ശത്രുവും നിങ്ങളുടെ മിത്രം പോലെ ആയി മാറും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റമളാനിൽ ഞാൻ എങ്ങനെ ഒരുങ്ങണം എന്നതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നമ്മൾ അറിവുള്ളവരാണ്. പകലുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. റമളാനിന്റെ രാവുകളിൽ സ്വാഭാവികമാണ് നോമ്പ് നോറ്റാൽ അല്പ ക്ഷീണുണ്ടാവും, ഒന്ന് കിടക്കണം എന്ന് തോന്നും. അപ്പോ ആ കിടക്കണമെന്ന് തോന്നുന്ന ക്ഷീണമുള്ള ശരീരത്തോടുകൂടി ബെഡിലേക്ക് ചായാതെ ഇശാവാങ്ക് കൊടുക്കുമ്പോൾ തറാഫി നമസ്കാരമുണ്ട് എന്ന ബോധ്യത്തോടെ പള്ളിയിലേക്ക് നടന്നു വരാൻ നമ്മുടെ കാലുകൾ കുറപ്പുണ്ടെങ്കിൽ, പള്ളിയിലേക്ക് നടന്നു വരാനുള്ള ഈമാനികമായ ശക്തി നമുക്കുണ്ടെങ്കിൽ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാമ റമളാന, ഈമാനിന്റെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നമസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു, ഞാൻ മാത്രം എങ്ങനെയാണ് മാറി നിൽക്കുക, ഞാനും പള്ളിയിലേക്ക് പോകുന്നുവെന്നല്ല. ഇമാം അല്പം ദീർഘമായി പാരായണം ചെയ്യുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരല്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാലോചിച്ച് പേരിന് മാത്രം സ്വയവും ശരീരം മാത്രമായി പള്ളിയിൽ നിൽക്കുന്നവരല്ല. ഈമാനിയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, റബ്ബേ ഞാൻ ക്ഷീണിക്കുന്ന ഈ ശരീരവുമായി പ്രയാസപ്പെട്ടുകൊണ്ട് നിന്റെ പള്ളിയിൽ ഈ നിൽക്കുന്നത്, ഈ നിസ്കരിക്കുന്നത് നാളെ എനിക്ക് ഇത് വലിയൊരു നന്മയായി മാറണമെന്ന ചിന്തയോടുകൂടിയാണെന്ന നിഷ്കളങ്കമായ നിയ്യത്തോടുകൂടി അള്ളാന്റെ പള്ളിയിലേക്ക് രാത്രി വന്ന് തറാവീഹ് നമസ്കരിക്കാൻ
നമസ്കരിക്കാൻ, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറപ്പ് നൽകുകയാണ്, മൻ ഖാമ റമളാന, റമളാനിൽ ഒരാൾ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടും ഈമാനോടുകൂടിയും, എന്താ റസൂലുള്ളാഹി പറയുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബി, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറത്തിരുന്ന. എത്ര വലിയ ഖൈറാണ്. ജീവിതത്തിൽ നമുക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെ ഇന്നലെ ചെയ്തെന്ന്? മിനിഞ്ഞാന്ന് ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവോ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നല്ലാതെ കഴിഞ്ഞ മാസങ്ങളിൽ എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവോ? കഴിഞ്ഞ വർഷം പറയേ വേണ്ട, നമുക്ക് മറന്നുപോയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് എൻ്റെ ചുണ്ടുകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അരുതാത്തത്, തോന്നാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെയാണ് എൻ്റെ നാവുകളിലൂടെ, എൻ്റെ ശരീരത്തിലൂടെ ഞാൻ പ്രവർത്തിച്ചത്, ഒരു ഓർമ്മയും നമുക്കില്ല. പക്ഷെ അല്ലാഹ് പറയാണ്, ഒന്നും മറച്ചു വെക്കാതെ, ഒന്നും ഒഴിവാക്കാതെ എല്ലാം നിങ്ങൾക്ക് മായ്ച്ചു കളയുന്നതാണ്, പുറത്തിരുന്നാണ്. ഒറ്റ കണ്ടീഷനുള്ളൂ, ആത്മാർത്ഥാവണം, നിഷ്കളങ്കാവണം, ബോധ്യം വരണം. പടച്ചോനെ ചെയ്തു പോയി, കുറേ തെറ്റ് ചെയ്തു പോയി, ഇനിയില്ല, ഈ നോമ്പില്, ഈ പകലിൽ പടച്ചോനെ ഈ രാവിൽ എനിക്ക് പുറത്തിരണേ എന്ന ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന മനസ്സിന്ന് വരണം. അത് ഒറ്റ തവണ വന്നാലും അത് ഹൃദയത്തിൽ തട്ടിയിട്ടുള്ളതാണെങ്കിൽ അല്ലാഹ് അത് കേൾക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നിടത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖൻ ഫീ ഖൽബി എന്നാണ്. ഹൃദയത്തിൽ തട്ടി സത്യസന്ധമായിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഫുതിഹത്തിൽ അബ്വാബുസ് സമാ ഹത്താ യുഫ്ദി ഇലൽ അർശ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 കവാടങ്ങളും 7 ആകാശങ്ങളും തുറക്കപ്പെട്ട് അർശിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ? ചുണ്ടുകൊണ്ട് പറയുമ്പോഴല്ല, മനസ്സിൽ തട്ടി പറയണം. എപ്പോഴാണ് മനസ്സ് തട്ടി പറയാൻ പറ്റാം? അത് ജീവിതത്തിൽ ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റണമെങ്കിൽ അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് ജീവിതത്തിൽ ഉറച്ച ബോധ്യം ഉണ്ടാവണം. മനസ്സിൽ മാത്രം ഉണ്ടായ പോരാ, മനസ്സിലുണ്ടാകുമ്പോൾ ജീവിതത്തിലുണ്ടാവും. എൻ്റെ റബ്ബ് ഏകനാണ്, അവനാണ് ഇലാഹ്, അവനിലേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത്, അവനാണ് എനിക്കെല്ലാം നൽകുന്നത്, എൻ്റെ അർത്ഥനയും എൻ്റെ ആരാധനയും അവനിലേക്കാണ് അർപ്പിക്കേണ്ടത്, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം മനസ്സിലുണ്ടായിട്ട് മനസ്സ് തട്ടി ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നോക്കി. 7 ആകാശങ്ങളും കടന്ന് അർശിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുന്ന. റമളാൻ അതിനുള്ള മാസം കൂടിയാണ്. സൂറത്തുൽ ബഖറയിലാണല്ലോ റമളാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പിനെ നിങ്ങൾക്കിതാ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പടച്ച റബ്ബിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, റബ്ബ് കാണുന്നുവെന്ന് ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും നിങ്ങളുടെ മനസ്സുകളിൽ ഉറച്ച ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നോമ്പ് എന്നാണ്. എപ്പോഴും അള്ളാഹ് കാണുന്നുണ്ട് ബോധ്യം മനസ്സിലുണ്ടായാൽ മതി. സിമ്പിളാണ്. ഇത് വലിയ പ്രയാസമൊന്നുമല്ല. ദീനിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, മുസ്ലിമായി ജീവിക്കുക എന്നുള്ള ഒരു പ്രയാസമല്ല. വളരെ സമാധാനത്തോടെ, വളരെ മനസ്സമാധാനത്തോടെ റാഹത്തായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒറ്റ ബോധ്യം ഉണ്ടായാൽ മതി. എന്താ ബോധ്യം? എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. മറ്റാരും എന്നെ കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. അപ്പോൾ വാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കും. നമ്മളറിയാതെ നമ്മുടെ ചുണ്ടുകളിൽ ദിക്റുകൾ വരും. അല്ലാഹ് പടച്ചവനെ എനിക്ക് പുറത്തിരണേ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോൾ? അല്ലാഹ് കാണുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ. ഈ ആയത്ത് കഴിഞ്ഞ് അല്ലാഹ് പറയാണ്, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ പറഞ്ഞു വരികയാണ്, അയ്യാമുൻ മഅദൂദാത്ത്, വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഈ മാസത്തിൽ സാക്ഷിയാകുന്നവർ നോമ്പ് നോറ്റുള്ളൂ. അവിടെ ഇങ്ങനെ കുറച്ച് നിയമങ്ങളും പറയാണ്. രോഗികൾ, നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ, അങ്ങനെ പറഞ്ഞ് അതിന്റെ അടുത്ത വചനം അല്ലാഹ് പറയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ നബിയേ,
ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. ഒരടിമയുടെ സമീപത്ത് ഞാനുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, അവൻ എന്നെ ഒന്ന് വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. അല്ലാഹ് പറയാണ്, അടിമന്റെ അടുത്ത് തന്നെ ഞാൻ ഉണ്ട്. നിങ്ങൾ മനസ്സിൽ തട്ട് റബ്ബേ എന്ന് വിളിച്ചാൽ അള്ളാഹ് വിളിക്ക് ഉത്തരം നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. അത് വെറുതെ അറിയണല്ല, അള്ളാഹ് ഖുർആനിലൂടെ ഉറപ്പിച്ച് പറയാണ്. അത് ഉറപ്പാണ്. നമ്മൾ മനസ്സിൽ തട്ടി അള്ളാഹിനെ വിളിച്ചാൽ അള്ളാഹ് കേൾക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി റമദാൻ ഒരവസരം അള്ളാഹ് തരികയാണ്, ആരോഗ്യം തരികയാണ്. നോമ്പ് നോറ്റ് രാത്രി നിസ്കരിച്ച് ജമാഅത്തുകളൊക്കെ കൃത്യമായി സൂക്ഷിച്ച് കുറേ ഖുർആൻ ഓതി ഖുർആനിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ച് കിട്ടുന്ന സമയത്തൊക്കെ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും യാത്രയിലുമൊക്കെ ദിക്റുകൾ ഇങ്ങനെ തക്ബീറും തഹ്ലീലും തസ്ബീഹും അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന് അതോടൊപ്പം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു രാപ്പകലുകൾ അള്ളാഹ് നമുക്കൊരു ഓഫറായി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു തരാണ്. ഇന്നലകളിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മയില്ലാത്ത നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാണ്, പടച്ചോനെ ഞാൻ മറന്നതും മറക്കാത്തതുമായ ചെറുതും വലുതുമായ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണേ എന്ന മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വാഭാവികമായും ഒരു തെറ്റ് ചെയ്തത് അടിമൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണെങ്കിൽ, ഇപ്പം എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാനതിങ്ങനെ പറയും, പടച്ചോനെ ഇന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അള്ളാഹിനോട് ഇങ്ങനെ പറയാണ്. ആ തെറ്റിൻ്റെ ഗൗരവം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ നെഞ്ചിങ്ങനെ പിഴക്കും, എൻ്റെ കണ്ണിന്ന് വെള്ളം വരും. ഞാൻ പടച്ചവനോട് പറഞ്ഞതന്നെ പിന്നെയും മടിയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിൽ തട്ടി ഞാനതിങ്ങനെ പറയുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരാശ്വാസമാണ്. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തെ റബ്ബ് കഴുകാണ്, എൻ്റെ മനസ്സിനെ കഴുകാണ്. തെറ്റുകുറ്റങ്ങളിൽ ആപ്പതിച്ച എൻ്റെ ജീവിതത്തെ മാറ്റുകയാണ്. ഒരു റമദാനോടുകൂടി ഞാൻ സ്വർഗത്തിൻ്റെ ആളായി മാറാണ്. എത്ര വലിയ സൗഭാഗ്യമാണ് ഈ റമദാനിലൂടെ അള്ളാഹ് നമുക്ക് നൽകുന്നത്. നമ്മളോട് റഹ്മത്തുള്ള, നമ്മളോട് കാരുണ്യമുള്ള, നമുക്ക് വേണ്ടി ഒരു റമദാൻ കൂടി പ്രിയപ്പെട്ടവരെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. പകലുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം പഠിക്കണം, നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ മണിക്കൂറുകൾ എങ്ങനെ കളയണമെന്ന്, എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. ഈ ഒരൊറ്റ സാധനം ഉണ്ടല്ലോ, നമ്മുടെ സമയം കളയാൻ അത് മതി. സുബഹിക്ക് ശേഷം ദീർഘമായ ഉറക്കം, മഗ്‌രിബിന് മുൻപ് ദീർഘമായ ഉറക്കം. ചൂടാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങി സമയം കളയുകയും റീല് കണ്ട് സമയം കളയാണ് ചെയ്താലും പട്ടിണി നമുക്കുണ്ടാവും. നോമ്പുണ്ട് എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ നോമ്പ് സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അള്ളയാണ്. നന്മകൾ ചെയ്യുന്നതോടൊപ്പം ആ നന്മകൾ സ്വീകരിക്കോ എന്നുള്ളൊരാശങ്ക കൂടി പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അത് സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മല്ലം യദ്അ ഖൗല സ്സൂരി വൽ അമലു ബിഹി, വെറും വർത്താനം, തോന്നിയാസങ്ങൾ, മല്ലം യദ്അ ഖൗല സ്സൂരി വൽ അമൽ, അനാവശ്യമായ വർത്തമാനങ്ങളും അനാവശ്യമായ പ്രവർത്തനങ്ങളും ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ് ഒരാവശ്യമില്ലെന്നാണ്. എന്തിന്? ഫി അൻ യദ്അ ത്വആമഹു വശറബഹു, വെറുതെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുക, കുറേ വെറുതെ വെള്ളം കുടിക്കാതെ ദാഹം സഹിക്കുക, അള്ളാഹ് ഒരു കാര്യമില്ലാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ചൂടാണ്, പകല് പട്ടിണി കിടക്കുക, ദാഹവും വിശപ്പും സഹിച്ച് റബ്ബിനു വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുക എന്നാൽ അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും നമ്മൾ പട്ടിണി കിടക്കുകയാണ്, ആ നോമ്പ് നഷ്ടപ്പെടുത്തുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് ഉറപ്പ് വരുത്തണം. ഏതായാലും നമ്മൾ പട്ടിണി കിടക്കുകയാണ്, ആ പകലിൽ പരമാവധി നോമ്പുകാരനായിരിക്കെ നന്മകളിലൂടെ സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള മനസ്സിന് കട്ടിയും തീരുമാനവും ദൃഢമായ ബോധ്യവും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അങ്ങനെ പകലുകളെയും രാവുകളെയും പരമാവധി ഉപയോഗപ്പെടുത്തണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ദഅവത്തു സ്വായിം മുസ്തജാബത്തുൻ, നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹിൻ്റെ അടുക്കൽ പ്രത്യേകം പരിഗണന കിട്ടുന്ന, ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ്. പല സമയങ്ങളുണ്ട്. അതിലൊരു ഹദീസിൽ കാണാം, ഐന്ദ ഫിത്രി, നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയം പ്രത്യേകം പരിഗണന ലഭിക്കപ്പെടുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് എനിക്കുള്ളതാണ് എന്ന ചിന്തയും ബോധ്യത്തോടുകൂടി ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പാണ് എന്ന ചിന്തയോടുകൂടി വേണം നോമ്പിനെ സ്വീകരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ നിസ്കരിക്കാൻ നോക്കിയും റസൂലുള്ളാഹി വല്ല ഹരിയുൻ
അൻ യുഹ്സന സ്വലാത്തുഹു എന്നാണ്. അവന്റെ നിസ്കാരം നന്നാക്കാൻ അതെന്നെ ധാരാളമാണെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ 100 കൂട്ട ചിന്തകൾ മനസ്സിലേക്ക് കയറിയാണ്. ഒരു കാര്യമില്ലാത്ത ചിന്തകൾ വരെ നിസ്കാരത്തിൽ അങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. ജമാഅത്തായിട്ടൊക്കെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ റുക്കൂൽക്ക് പോകുന്നുണ്ടാവും, ഏത്തുദാലിലേക്ക് പോകുന്നുണ്ടാവും, റുക്കൂൽക്ക് പോകുന്നുണ്ടാവും, ഇമാമ് പറഞ്ഞനുസരിച്ച് കൃത്യമായി യാന്ത്രികമായി പോകുന്നുണ്ടാവും. അവസാനം ഇമാമു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴേക്കാരം ഞാൻ ജമാഅത്തിലാണ് എന്ന് വരെ ചില ആൾക്കാർക്ക് ഓർമ്മ വരിക. അത്രത്തോളം ഔട്ട് ഓഫ് റേഞ്ച് ആയ ആളുകൾ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ ജമാഅത്തായിട്ട് അല്ലെങ്കിൽ പോലും ചുണ്ടിൽ ഇങ്ങനെ സൂറത്ത് ഓതുമ്പോഴും മനസ്സിൽ കുറേ വേറെ എവിടെയെങ്കിലുമൊക്കെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാവും. അവരോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാണ്, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിസ്കാരം. എങ്ങനെ ഇനിയൊരു നിസ്കാരം എനിക്കില്ല എന്ന് ചിന്തിച്ച് നിസ്കരിക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കി. അയാൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടായിരിക്കും നിസ്കരിക്കുക. അങ്ങനെ നമ്മൾ നോമ്പിനെ കാണുന്ന ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് വിചാരിച്ചോളും. നാളെ സുബ്ഹിക്ക് അയാളെ കൊല്ലുകയാണ്. ഇനി അയാൾ ഒരു മുഅ്മിനും കൂടിയാണെങ്കിൽ അയാൾ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ആ ഒരു 2 റക്അത്ത് സുബഹിസ്കരിച്ചാൽ അയാളെ തൂക്കിക്കൊല്ലാനുള്ള സമയമായിരിക്കണം. നാളെ കൊല്ലുകയാണ്. നാളെയുള്ള സുബ്ഹി അയാൾ എങ്ങനെയായിരിക്കും നിസ്കരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുകയാണെങ്കിൽ അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഓരോ പ്രാരംഭ പ്രാർത്ഥനയും സൂറത്തുൽ ഫാത്തിഹയും ഇങ്ങനെ ചെല്ലുമ്പോൾ മനസ്സിൽ തട്ടി ഓരോ അക്ഷരവും ചൊല്ലിയെന്നുറപ്പ് വരുത്തി മനസ്സിങ്ങനെ പടക്കലുണ്ടാവും. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുജൂദൊക്കെ കൊണ്ട് പോയാണ്ടല്ലോ അവിടെ കിടക്കും. പിന്നെ അയാൾ പൊന്തൂല, കണ്ണിന്നിങ്ങനെ വെള്ളം വരും. അത്രത്തോളം അയാളുടെ നെഞ്ചിങ്ങനെ പടക്കേക്കരം. പടച്ചവനോട് ഇങ്ങനെ പറഞ്ഞ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേക്കരം. കാരണം എന്താ? അടുത്ത ളുഹറിന് ഞാനില്ല, അയാൾ ഉറപ്പാണ്. ളുഹർ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഉറച്ച ബോധ്യത്തോട് നിസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ നിസ്കരിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാണണം നമ്മൾ നമ്മുടെ നോമ്പിനെയും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പാണുള്ളത്? അടുത്ത റമദാനിലേക്ക് നമ്മളിൽ ആരൊക്കെ ഉണ്ടാവും? നമ്മളിൽ ആരൊക്കെ ഈ ലോകത്ത് ബാക്കിയാകും? ചിലപ്പോൾ നമ്മളൊക്കെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് വർഷത്തിനോടടുത്ത് മാസങ്ങൾക്കടുത്ത് ആയിട്ടുണ്ടാകും. അള്ളാഹു നമുക്ക് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ളവരാണ് ലോകത്ത് കോടാനുകോടി മനുഷ്യരിൽ. ബുദ്ധിയും ചിന്തയും വിവേകവും പക്വതയും ചിന്തിക്കാനുള്ള ശേഷി, വിശേഷ ബുദ്ധിയുള്ളത് മനുഷ്യന്മാർക്ക് മാത്രമാണ്. ഇനി എന്തു വർത്തമാനങ്ങളാണ് നമ്മളിൽ മാറ്റം വരുത്തേണ്ടത്? ഈ നോമ്പിനെയെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുമ്പോൾ ഞാനും അതിലുണ്ടാവണമെന്ന അത്യുത്കടമായ ആഗ്രഹത്തോടു കൂടി ഈ റമദാനിനെ വരവേൽക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾക്ക് പറഞ്ഞു തരേണ്ടത്? ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിനെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ സ്വർഗം, നമ്മുടെ നരകം തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് ആരോഗ്യത്തോടെ ഈ റമദാനിൽ പൂർത്തിയാക്കാൻ പടച്ചോനെ എനിക്ക് അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കുക. റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആവേശത്തോടു കൂടി, അതിലേറെ ആഗ്രഹത്തോടു കൂടി പകലുകളെയും രാവുകളെയും കഴിച്ചുകൂട്ടുക. കഴിയുന്നിടത്തോളം നന്മകൾ ചെയ്യുക. മടിയാവട്ടെ, അലസതയുണ്ടാവട്ടെ, ഒന്നുമില്ല, ഇന്നൊന്നും ബാധിക്കൂല എന്നുള്ള ബോധ്യത്തോടു കൂടി പരമാവധി എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൽ നന്മയിൽ കൊണ്ടുവരാൻ പറ്റണം. നമ്മൾ വീട്ടിലെ അടുക്കള ജോലിയാണ്, ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. യാത്രയിലാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തുകൊണ്ട് ഈ രാവുകളെയും പകലുകളെയും പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്ന, അവനിഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, അയൽവാസികൾ, അവരുടെ എല്ലാം ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.